നമ്മുടെ സനാതന ഹൈന്ദവ ധർമ്മത്തിൽ പലപ്പോഴും ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്ന, ആശങ്കയുണ്ടാക്കുന്ന, തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒരു വിഷയമാണ് മാംസഭക്ഷണ ശീലം എന്നുള്ളത്. മാംസം കഴിക്കാൻ പറ്റുമോ, കഴിക്കാൻ പറ്റില്ലയോ എന്ന് ധർമ്മവിധി പ്രകാരം ചിന്തിക്കുമ്പോൾ പല ആചാര്യന്മാരും പല രീതിയിലാണ് അതിനെ വ്യാഖ്യാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണക്കാരുടെ ഇടയിൽ വലിയ ആശങ്കയാണ്. നമ്മൾ ഈ മാറിയ ചുറ്റുപാടിൽ ശാസ്ത്രീയമായി ചിന്തിക്കുമ്പോൾ മാംസഭക്ഷണത്തിനൊരു കുഴപ്പമില്ല, എല്ലാ ഭക്ഷണം പോലെ തന്നെയാണ്. അതുകൊണ്ട് അതിൻ്റെ ആ ശാസ്ത്രീയ വശമല്ല നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. സനാതന ഹൈന്ദവ വിശ്വാസപ്രകാരം അതിനെ എങ്ങനെയാണ് ശ്രുതി നോക്കിക്കണ്ടത് എന്നുള്ളതാണ്. ഈ വേദങ്ങൾ, ശ്രുതി എന്ന് പറയുമ്പോൾ വേദങ്ങളും തന്ത്രങ്ങളുമാണ്. വേദം എന്നാൽ അറിവ് എന്നാണ് നമ്മൾ അർത്ഥമാക്കുന്നത്. ചതുർവേദങ്ങളെയും തന്ത്രത്തെയും വേദം എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോ അവിടെ ഈ ഒരു ശ്രൗതമായിട്ടുള്ള പാരമ്പര്യം എന്തു പറയുന്നു എന്നറിയുമ്പോഴാണ് നമ്മൾ ഹൈന്ദവർ ഇന്ന് ജീവിക്കുന്നത് വേദവിധിപ്രകാരമാണോ, അല്ലെങ്കിൽ ഈശ്വരീയമായ ധർമ്മശാസ്ത്ര വിധിപ്രകാരമാണോ, അതല്ല എങ്കിൽ എവിടെയാണ് നമുക്ക് തെറ്റുപറ്റുന്നത്, എവിടെയാണ് നമുക്ക് ആശയക്കുഴപ്പം ഉണ്ടാകുന്നത്, ആ ആശയക്കുഴപ്പം ഇല്ലാതാകാൻ എന്താണ് വേണ്ടത് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി പോകേണ്ടത്. ഇവിടെ ഇന്ന് നമ്മൾ ഭാഷ്യകാരൻ ഭഗവാൻ ശങ്കരാചാര്യരുടേതായിരിക്കുന്ന വീക്ഷണങ്ങൾ, അദ്ദേഹത്തിൻ്റെ ദർശനം, അദ്ദേഹത്തിൻ്റെ ഭാഷ്യം ഒക്കെ എന്താണ് ഈ മാംസഭക്ഷണത്തെയും അതല്ലെങ്കിൽ ഈ യജ്ഞങ്ങളിലെ പൂജാതി കാര്യങ്ങളിലെ മൃഗപക്ഷി ബലിയെയും കുറിച്ച് പറഞ്ഞിരിക്കുന്നേ എന്നാണ് നമ്മൾ വിചാരം ചെയ്യാൻ പോകുന്നത്. അതിന് മുന്നോടിയായി ഇപ്പൊ നമുക്കറിയാം, നമ്മൾ കൗളമാർഗത്തെ കുറിച്ചാണ് നിരന്തരം പറയുന്നതും നമ്മൾ പ്രചരിപ്പിക്കുന്നത്. കൗളമായിട്ടുള്ള ശാക്തേയമായിട്ടുള്ള കൗള പാരമ്പര്യത്തെയും മലവാര പാരമ്പര്യത്തെയും ഒക്കെയാണ് പറയുന്നത്. ഈ ആചരണങ്ങളിലെല്ലാം തന്നെ ബലി ആചാരങ്ങൾ, മൃഗബലി, പക്ഷിബലി തുടങ്ങിയ ആചാരങ്ങളും മത്സ്യമാംസാദികളും മദ്യം ഇത്യാദി കാര്യങ്ങളെല്ലാം ഉണ്ടെന്ന് സാമാന്യേന എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ പാരമ്പര്യം പിൻപറ്റുന്നവരാണ് ഭൂരിപക്ഷ ഹൈന്ദവരും. ആ രീതിയിൽ തൻ്റെ ആചാര അനുഷ്ഠാന വിശ്വാസങ്ങൾ പിൻപറ്റി പോരുന്ന ആളുകൾ ഏതോ താഴ്ന്ന വിഭാഗമാണെന്നും അല്ലെങ്കിൽ അവരൊക്കെ വേദവിരുദ്ധമായ കാര്യങ്ങളാണ് ചെയ്യുന്നതെന്നും നമ്മളിൽ ചിലരെങ്കിലും ഇന്നും വിശ്വസിച്ചു പോരുന്നുണ്ട്. വേദവിധിപ്രകാരം ആരാണോ ആചരിച്ചു പോകുന്നത് അവരെയാണ് ബ്രാഹ്മണൻ എന്ന് വിശേഷിപ്പിക്കുന്നതെങ്കിൽ ഈ പറയുന്നവരും ബ്രാഹ്മണർ തന്നെ എന്ന് പറയാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെ പറയണമെന്നൊരു നിർബന്ധവും നമുക്കില്ല. എന്നിരുന്നാലും അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണ് എന്ന് പറയാനാണ്. അപ്പോൾ അവരായിരിക്കും ചിലപ്പോൾ യഥാർത്ഥ വിധി ആചരിക്കുന്നത്. എന്തായാലും നമുക്ക് ഭഗവാൻ ശങ്കരാചാര്യർ എന്തു പറഞ്ഞു എന്നതിന് മുന്നോടിയായി കൗളമാർഗം ഈ മൃഗബലിക്ക് വേണ്ടി എന്തൊക്കെ പ്രമാണങ്ങൾ പറഞ്ഞു നമുക്ക് നോക്കാം. ആദ്യം അതൊന്ന് വിചാരം ചെയ്യാം. ഇവിടെ ഒരു പ്രമാണമാണ് ഹിരണ്യപാവാ ഗാദിശ്ച അപജ്ഞൻ പുരുഷം പശും ദിഷാമുപേയാദിത്യാദ്യ പ്രമാണം ശ്രുതയപ്രിയേ. അതായത് വേദവിധി പ്രകാരം ഒരു ആൺമൃഗത്തെ, പ്രത്യേകം ശ്രദ്ധിക്കണം, ആണിനെയാണ്, പെണ്ണിനെ എന്നുള്ളൊരു സങ്കല്പം ശാക്തേയത്തിൽ ഇല്ല. ഒരു ആൺമൃഗത്തെ കൊന്ന് സ്വർണപാത്രത്തിലാക്കിയിട്ട് അത് ദേവതയ്ക്ക് സമർപ്പിക്കുകയാണെങ്കിൽ ആ ഒരു സാധകന്റെ, ആ ഒരു വ്യക്തിയുടെ എല്ലാ പാപങ്ങളും ഇല്ലാതാകുന്നതാണ് ഇവിടെ ഈ ഭഗവാൻ പരമേശ്വരൻ തന്റെ കൗളോപദേശത്തിൽ ചെയ്യുന്നത്. അപ്പൊ അവിടെ ഒരു മൃഗത്തെ കൊല്ലണമെന്നും അതിന്റെ മാംസം എടുത്ത് സ്വർണപാത്രത്തിൽ നിവേദിക്കണമെന്നും അത് വേദവിധിയാണെന്നും ഭഗവാൻ പറഞ്ഞു വെക്കുകയാണ്. ഈ പറഞ്ഞ അതേ ഭഗവാൻ തന്നെ തൻ്റെ അടുത്തൊരു പ്രമാണത്തിലൂടെ പറയുന്നത് മാംസഭക്ഷണമാത്രേണ യതി പുണ്യ ഗതിർഭവേത് ലോകേ മാംസാശിന സർവേ പുണ്യഭാജോപവന്തി എന്നാണ്. മാംസഭക്ഷണം കൊണ്ട് ഒരാൾക്ക് പുണ്യം ലഭിക്കുമെങ്കിൽ
ഈ ലോകത്തെ എല്ലാ മാംസഭുക്കുകൾക്കും മോക്ഷം ലഭിക്കണ്ടേ എന്ന് ഭഗവാൻ ചോദിക്കുക. അപ്പോ മാംസം കഴിക്കുക എന്നുള്ളത് കൊണ്ട് മോക്ഷം ലഭിക്കില്ല എന്നുള്ളത് ഭഗവാൻ തന്നെ പറഞ്ഞു വെക്കുകയാണ്. ഇതിന്റെ ഒപ്പം ഭഗവാൻ മറ്റൊന്നു കൂടി പറയുന്നുണ്ട്. ഇപ്പൊ മൈഥുനാദി കാര്യങ്ങളൊക്കെയാണ് മോക്ഷത്തിനെങ്കിൽ ശക്തി സംഭോഗ മാത്രമാണ് യതി മോക്ഷം ഭവേദവേ സർവേ അഭിജന്തവോ ലോകേ മുക്താശു സ്ത്രീ നിഷേവനാത്. മൈഥുനം കൊണ്ട് ലൈംഗിക ബന്ധം കൊണ്ട് മുക്തി ലഭിക്കുമെങ്കിൽ ലോകത്ത് ഈ പറയുന്ന പരസ്പരം ബന്ധപ്പെട്ടുകൊണ്ട് ലൈംഗികമായി മേഴ്ച നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ മൃഗങ്ങൾക്കും പക്ഷികൾക്കും ഒക്കെ മോക്ഷം ലഭിക്കണ്ടേ എന്ന് ഭഗവാൻ ചോദിക്കുകയാണ്. മദ്യപാനന മനുജോ യതി സിദ്ധിം ലഭതേവേ മദ്യപാനരതാ സർവേ സിദ്ധിം ഗച്ഛന്തു പാമര. മദ്യപാനം കൊണ്ട് മുക്തി ലഭിക്കുമെങ്കിലും സിദ്ധി ലഭിക്കുമെങ്കിലും ലോകത്തുള്ള മദ്യപാനികൾക്കെല്ലാം ഈ ഒരു മദ്യം കഴിച്ചത് കൊണ്ട് അവർക്കൊക്കെ സിദ്ധികൾ ഉണ്ടാവണ്ടേ എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. കുലമാർഗോ മഹാദേവിന മായ നിന്ദിത ക്വചിത് ആചാരഹിതായേ അത്ര നിന്ദിതാസ്തേന ചേതരേ. അതായത് ഭഗവാൻ തന്നെ ഈ ദ്രവ്യങ്ങളെ നമ്മളും പറയുമ്പോൾ പറയാം, മദ്യം, മത്സ്യം, മാംസം, മുദ്ര, മൈഥുനം, ഇതുകളെ ഒരിക്കലും തന്നെ ഒരു കൗളമാർഗിക്ക്, ഒരു കൗളന് ശാക്തേയമാർഗിക്ക് അല്ലെങ്കിൽ ആർക്കും തന്നെ വേദത്തെ അംഗീകരിക്കുന്ന ആരും തന്നെ നിന്ദിക്കാൻ പാടില്ല എന്നാണ്. ഇതിനെ നിന്ദിക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് ഭഗവാൻ ഇവിടെ പ്രമാണത്തോട് പറഞ്ഞു, അല്ലയോ ദേവി, ഞാൻ ഈ ദ്രവ്യങ്ങളെ ഒന്നും നിവേദിച്ചതല്ല, ഈ നിന്ദിച്ചതല്ല, ദ്രവ്യങ്ങളെയൊന്നും നിന്ദിച്ചതല്ല, പിന്നെയോ അതിലുള്ള ഈ പോരായ്മകളെ ചൂണ്ടിക്കാണിക്കുക എന്ന് പറയുകയാണ്. കുലജ്ഞാന മഹത്വം എന്താണെന്ന് അറിഞ്ഞാൽ ഒരിക്കലും കുലമാർഗത്തെ നിന്ദിക്കുകയില്ല, മാത്രമല്ല കുലജ്ഞാന വിഹീനരെയാണ് നിന്ദിക്കേണ്ടത്. അപ്പൊ ഇവിടെ ഭഗവാൻ എന്താണ് ഈ ചോദ്യങ്ങളൊക്കെ ഉന്നയിക്കുന്നത്? കുലജ്ഞാനമില്ലാണ്ട് ഇതൊക്കെ കുടിക്കും, തിന്നും, അല്ലെങ്കിൽ ഭോഗിക്കുകയും ചെയ്യുന്നതാണ് മോക്ഷമാർഗം, മുക്തിമാർഗം, സിദ്ധിമാർഗം എന്ന് പറയുമ്പോൾ അവരെയാണ് പറഞ്ഞത്. കുലദ്രവ്യങ്ങളെ അല്ല പറയാൻ പറ്റില്ല, അത് വേദനിന്ദയാണ്. അന്യതാ കൗലികേ ധർമ്മേ ആചാരകൈതോമയ വിജരന്യന്യതാദേവി മൂഢാ പണ്ഡിതമാന. അപ്പോ ഈ കൗലമാർഗത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ ദ്രവ്യങ്ങളുടെ മഹത്വം അറിയാത്ത മൂഢന്മാരാണ് ഇതിനെ മാറ്റി മാറ്റി പറഞ്ഞ് ജനങ്ങളെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത്. അവർക്ക് യഥാർത്ഥത്തിൽ വേദം എന്തെന്നോ ശാസ്ത്രം എന്തെന്നോ ശ്രുതി എന്തു പറഞ്ഞെന്നോ ഒന്നും അവർക്ക് അറിയില്ല. ഏതോ പുസ്തകങ്ങളെ പഠിച്ച് കുറച്ചു കാലം ഏതെങ്കിലും ആശ്രമങ്ങളിലൊക്കെ പോയി ഏതെങ്കിലും ഒരു വസ്ത്രമോ അല്ലെങ്കിൽ ഒരു നാമങ്ങളോ ഒക്കെ സ്വീകരിച്ച് ഈ ഭഗവാൻ ശങ്കരാചാര്യ പറഞ്ഞ വേഷഭൂഷാദികൾ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അവരെന്ത് ചെയ്യാണ്? ജനങ്ങളെ കൺഫ്യൂഷനിലാക്കുകയാണ്. അവർക്ക് യഥാർത്ഥ സത്യം അറിയില്ല എന്നിവിടെ ഭഗവാൻ തന്നെയാണ് പറഞ്ഞു വെക്കുന്നത്. അപ്പൊ ഇവിടെ മാംസം തളികയിൽ സമർപ്പിച്ച് നിവേദിക്കണം എന്ന് പറഞ്ഞത് മാത്രമല്ല, മദ്യം, മത്സ്യം, മാംസം, മുദ്ര, മൈഥുനമേവച മകാര പഞ്ചകം ദേവീ ദേവത പ്രീതികാരകം എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. ദേവിയും ദേവനും ഒക്കെ, ദേവീ ദേവന്മാർ പ്രീതിപ്പെടണമെങ്കിൽ ഈ മദ്യവും മത്സ്യവും മാംസവും മുദ്രയും മൈഥുനവും ഒക്കെ വേണമെന്നും ഭഗവാൻ തന്നെ പറയുകയാണ്. അപ്പൊ അങ്ങനെ ഭഗവാൻ തന്നെ മടി മാംസം വേണമെന്നുകൊണ്ട് ഭഗവാൻ പറഞ്ഞ എന്താണ്? അവിധാനേനയോ അന്യതാത്മാർത്ഥം പ്രാണിനെ പ്രിയേ നിവാസേ നരകേ ഘോരേ ദിനാനി പശുരോമപി മുതോപി ദുരാചാര സ്ഥിര്യോനിഷു ജായതേ. ആരാണോ മൃഗത്തെ കൊല്ലുന്നത് ആ മൃഗത്തിന് എത്ര രോമമുണ്ടോ അത്രയും കാലം നരകത്തിൽ കഴിയേണ്ടി വരും. എന്നാലോ നരകത്തിൽ കഴിഞ്ഞാൽ മാത്രം പോരാ, അത് കഴിഞ്ഞാൽ വീണ്ടും എന്താണ്? തിര്യയോനികളിൽ ജനിക്കേണ്ടി വരുന്നു. മരണത്തിന് മരിച്ച് അവിടെ പോയതിനു ശേഷം തിരിച്ചു വന്നു കഴിഞ്ഞാൽ അങ്ങനെ ജനിക്കേണ്ടി വരും. പിന്നെ ആരാണ് ഈ മൃഗത്തെ ഹനിക്കുന്നവർ, ഹിംസ ചെയ്യുന്നവർ ആരെല്ലാം ആണെന്ന് ഭഗവാൻ പറയുന്നത്? അനുമന്ത വിശ്വസിത നിഹന്ത ക്രയവിക്രയി സംസ്കർത്ത ചോപഹർത്ത ച കായതാഷ്ടൗച്ച കാതത. 8 വേത്തിലാണ് ഇവിടെ ഭഗവാൻ ജന്തുഹിംസ ചെയ്യുന്നവരെ പറഞ്ഞിരിക്കുന്നത്. മൃഗത്തെ കൊല്ലാൻ തീരുമാനിക്കുന്നവൻ, കൊല്ലേണ്ട മൃഗത്തെ മെരുക്കുന്നവൻ, കൊല്ലാനായിട്ട് നമ്മളിങ്ങനെ സെറ്റപ്പാക്കി നിർത്തുമല്ലോ, അതിന് മൃഗത്തെ കൊല്ലുന്നവൻ. അപ്പൊ കൊല്ലുന്നവനും, മൃഗത്തെ വാങ്ങുന്നവൻ, വിൽക്കുന്നവൻ, മൃഗമാംസം ഒരുക്കുന്നവൻ, കൊല്ലേണ്ടതായ മൃഗത്തെ കൊണ്ടുവരുന്നവൻ, മാംസം ഭക്ഷിക്കുന്നവൻ. അപ്പൊ മാംസം ഭക്ഷിക്കുന്നത് തൊട്ട് അതിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ച എല്ലാവരെയും 8 വിധത്തിൽ ചേർത്തുകൊണ്ട് ഭഗവാൻ പറയാണ് ഇവരൊക്കെ ഘാതകരാണ്, ഇവരൊക്കെ ആ മൃഗത്തിന് എത്ര രോമുണ്ട് അത്രയും കാലം നരകത്തിൽ കഴിയേണ്ടി വരുന്നു. ഭഗവാൻ തന്നെ പറയാണ്. സ്വർണ്ണപാത്രത്തിൽ വെക്കണം എന്ന് പറഞ്ഞാൽ ഭഗവാൻ തന്നെ അത് കഴിച്ചാലും ദോഷാണ് എന്ന് പറയണേ. അപ്പോ പിന്നെയോ ധനര് നിക്രയിഗോഹന്തി കാതിത ശോഭഭോഗത ഗാതഗോപത ബന്ധാഭ്യാം ഇത്യേഷ ത്രിവിധാവധ. ധനത്തിന് വേണ്ടി മൃഗങ്ങളെ കൊല്ലാൻ വിൽക്കുന്നവൻ, കൊന്നതായ മൃഗത്തിന്റെ മാംസം ഭക്ഷിക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന മൃഗത്തെ കൊല്ലുന്നവൻ, ഈ 3 വിഭാഗത്തിൽപ്പെട്ട മൃഗഘാതകരാണ്. അപ്പൊ ഇത് നമ്മൾ സത്യം പറഞ്ഞാൽ കോഴിക്കടയിൽ പോയിട്ട് വാങ്ങാൻ വേണ്ടി കാശ് കൊടുത്ത് വാങ്ങിയാലും അത് കൊടുത്ത് വിറ്റാലും അത് വെട്ടിയാലും ഒക്കെ എന്താണ്, തിന്നാലും ഒക്കെ മൃഗഘാതകരാണ്, അവരൊക്കെ നരകത്തിൽ പതിക്കുന്നു ഭഗവാൻ പറയുകയാണ്. ഇങ്ങനെ പറഞ്ഞിട്ട് ഭഗവാൻ പറയുന്നുണ്ട്, തൃണം വാപ്യ വിധാനേന ചേതയേന കഥാചന വിജനാം ഗാം വിജംബാബി അത്വാ പാപേർന ലിപ്യതേ. കാരണമില്ലാതൊരു പുൽക്കൊടി പോലും മുറിക്കരുത് എന്ന് ഭഗവാൻ പറയുകയാണ്. എന്നാൽ കാരണമുണ്ടെങ്കിലോ, ധർമ്മശാസ്ത്രം വിധിച്ചിട്ടുണ്ടെങ്കിലോ, അത് ധർമ്മവിധിയാണെങ്കിലോ ഒരു സംശയമില്ല, വിധിനാം ഗാം ദിജംബാബി ഹത്വാ പാപേർന ലിപ്യതേ.
വിധിപ്രകാരം ഒരു പശുവിനെ, ഗോവിനെയോ അല്ലെങ്കിൽ ബ്രാഹ്മണനെയോ തന്നെ വധിച്ചാലും അവിടെ പാപം നമ്മളെ ഏൽക്കുന്നില്ല എന്ന് ഭഗവാൻ പറയുകയാണ്. അപ്പൊ കാരണമുണ്ടെങ്കിലും ധർമ്മവിധി ഉണ്ടെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഭഗവാൻ പറയാം. ബ്രഹ്മഹത്യാപാപം, ബ്രാഹ്മണരെ കൊല്ലാൻ പാടില്ല എന്നൊക്കെ ധർമ്മസൂത്രകാരന്മാർ പറയുമ്പോൾ, ശാസ്ത്രകാരന്മാർ പറയുമ്പോൾ കൗളം വ്യക്തമായിട്ട് പറയാണ്. ഭഗവാൻ പരമശിവൻ നേരിട്ട് പറയും എന്താണ്, വേണമെങ്കിൽ ബ്രാഹ്മണനെയും കൊല്ലാം, എന്താണ് അതിന് വിധിയുണ്ട്, ആ വിധി എന്താണെന്ന് അറിഞ്ഞാചരിക്കണം എന്ന് പറയാണ്. അപ്പൊ ഇവിടെ ബ്രാഹ്മണനെയും കൊല്ലാന്ന് പറഞ്ഞാൽ എന്താണ്, മറ്റുള്ളവർക്കൊന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് ഭഗവാൻ പറഞ്ഞിട്ടോ. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ വിധിക്കാം എന്ന് ഭഗവാൻ പറയാണ്. പിന്നെ ഇതേ പ്രമാണം കൂടെ ഒന്നുകൂടി ഭഗവാൻ ആവർത്തിക്കുകയാണ്, പിന്നീടും ആവർത്തിച്ച് പറയാണ്, ആ നിമിത്തം തൃണം വാബി ചേതയന കഥാചന, കാരണം കൂടാതെ ഒരു പൊൽക്കൂടി പോലും മുറിക്കരുത്, ദേവതാർത്ഥം ദ്വിജാർത്ഥം വാ ഹത്വാ പാപം ലഭ്യത. ദേവകാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും പണ്ഡിതന്മാർക്ക് വേണ്ടിയിട്ടും നമുക്ക് ഈ ബലി നടത്താം, അല്ലെങ്കിൽ ഹിംസ നടത്താം, അതിൽ പാപം സിദ്ധിക്കുന്നില്ല. അപ്പൊ പണ്ഡിതന്മാർക്ക് വേണ്ടി ഇവിടെ ദ്വിജാർത്ഥം വാ എന്നാ പറഞ്ഞിരിക്കുന്നത്. ദ്വിജന്മാർ എന്താണ്, നമ്മൾ സാധാരണ ജനിച്ച് സ്കൂളിലൊന്നും പോകാതെ വിദ്യാഭ്യാസം നേടാതിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് ഏകജന്മേ ഉള്ളൂ. എന്നാൽ നമ്മൾ അറിവ് നേടുമ്പോൾ എന്തായി, നമ്മുടെ അറിവിൽ നമുക്ക് മാറ്റങ്ങൾ വരുത്തും. ആ മാറ്റം എന്താണ്, നമ്മളെ മറ്റൊരു മനുഷ്യനാക്കി മാറ്റൂലേ. പലതരത്തിലുള്ള അറിവായിരിക്കാം, ശാസ്ത്രജ്ഞാനമായിരിക്കാം, അല്ലെങ്കിൽ ധർമ്മജ്ഞാനമായിരിക്കാം, നമ്മളെ മറ്റൊന്നാക്കി മാറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയാണ്. നമ്മൾ കുട്ടിയിൽ ചെയ്തിരുന്ന പോലെയല്ലല്ലോ ഇപ്പൊ ആ മാറ്റം ഉണ്ടാക്കിയത് എന്താണ്, മനുഷ്യന് വന്ന സാംസ്കാരിക മാറ്റത്തെയാണ് ദ്വിജത്വം എന്ന് സനാതന ധർമ്മം പറയുന്നത്. അതിനെന്ത് ചെയ്യാം, ഗുരുകുലത്തിൽ പോകും, അപ്പൊ ചില അടയാളങ്ങൾ സ്വീകരിക്കുക, ദീക്ഷ നേടുക, അങ്ങനെ ചില ക്രമങ്ങളൊക്കെ ഉണ്ട്. അത് ഏതായാലും വിരോധമില്ല. അങ്ങനെ അപ്പൊ അവരെന്താണ്, അവർ പണ്ഡിതന്മാർ, അറിവുള്ളവർ. അപ്പൊ അറിവിനെ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടും ദേവകാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഹിംസ ചെയ്യാം, അതിൽ പാപമില്ല എന്ന് പറയുകയാണ്. അപ്പൊ ഈ പറഞ്ഞതൊക്കെ നമ്മൾ കൗളമാർഗത്തെ ഉദ്ധരിച്ചുകൊണ്ടാണെങ്കിൽ ഇനി നമുക്ക് എന്താണ് ഭഗവാൻ ശങ്കരാചാര്യർ ഭാഷ്യകാര്യൻ ഈ കാര്യത്തെക്കുറിച്ചൊക്കെ പറയുന്നേ നമുക്ക് നോക്കാം. അതായത് വേദകാര്യങ്ങളിൽ, വേദയാഗങ്ങളിൽ ബലിയുണ്ട് എന്നൊരു പരാമർശം നമ്മൾ പലരും കേട്ട് കാണും. എന്നാൽ അത് ഇല്ല എന്ന് വേണം കേൾക്കാം. അപ്പൊ കൗളമാർഗത്തിനെ ആക്ഷേപിക്കുന്ന പോലെ ഇതൊക്കെ പാപമാണ്, തെറ്റാണെങ്കിൽ അവിടെ പോകാൻ പാടില്ല, എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ അവർ വേദഭാഗമാണെന്ന് പറയുകയും ചെയ്യും. ഇവിടെ മനസ്സിലാക്കുക, വേദത്തിന് പൂർവ്വമീമാംസ ഉത്തരമീമാംസയുണ്ട്. അവിടെ ജൈമിനീയമായിരിക്കുന്ന കർമ്മകാണ്ഡമുണ്ട്, അതിന് ഉപനിഷത്ത് പോലെയുള്ള ജ്ഞാനകാണ്ഡമുണ്ട്. ജ്ഞാനകാണ്ഡത്തിന്റെ ഭാഗമായിരിക്കും ചില ആളുകൾ ജ്ഞാനം മാത്രം എടുത്ത് ഉയർത്തിക്കൊണ്ടാണ് ഇത് ചെയ്യണ്ട എന്ന് പറയുന്നത്. അവരാണ് പറയുന്നത് തെറ്റാണ്, ഇത് അറിയാത്തവരാണ് ചെയ്യുന്നത്, ഇതിൽ ശാസ്ത്രത്തെ അറിയാത്തവരാണ്, ജ്ഞാനമില്ലാത്തവരാണ് കർമ്മത്തെ ആശ്രയിക്കുന്നതൊക്കെ പറഞ്ഞത്. എന്നാൽ ജൈമിനി പറഞ്ഞിരിക്കുന്ന ഈ മീമാംസയെ, കർമ്മകാണ്ഡത്തെ ഒരിക്കലും ഭഗവാൻ ശങ്കരാചാര്യ തള്ളിക്കളയുന്നില്ല. ഇപ്പൊ കൗളന്മാരാണെങ്കിലും ഈ ഇതിന്റെ ഒന്നും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ചെയ്യുമ്പോൾ അതിന്റെ തത്വജ്ഞാനം ഇല്ലാണ്ടാന്നും പറയും. പാപ പുണ്യ ഫലം ഹത്വ ജ്ഞാന ഗഡ്ഗേന യോഗവിത്ത് എന്നുള്ളത് ഒരു കൗളന്റെ പ്രമാണമാണ്. ജ്ഞാനമാകുന്ന ഖഡ്ഗം കൊണ്ട്, അറിവാകുന്ന വാളുകൊണ്ട് എന്താണ് പാപവും പുണ്യമാകുന്ന ചിന്തകളേക്ക് വെട്ടി മുന്നോട്ട് പോകണം, ധർമാധർമ്മങ്ങളേക്ക് വെട്ടി മുന്നോട്ട് പോകണം തന്നെയാണ്. അപ്പൊ യഥാർത്ഥം തന്റെ അജ്ഞാനത്തെയും തന്റെ അധാർമികതയും ഒക്കെ തന്നെയാണ് ആ ഇല്ലാണ്ടാക്കണം എന്ന് പറയുന്നത് കൗളനും പറയും. അപ്പൊ അത് ജ്ഞാനവശമാണ്, ജ്ഞാനം മാത്രമാണ് മോക്ഷത്തിന് ആധാരം, അത് കുലജ്ഞാനമാണെന്നും ഭഗവാൻ പറയുന്നുണ്ട്. ഭഗവാൻ ശങ്കരാചാര്യ ഈ വിഷയത്തെ കൃത്യമായി പറയുന്നത് തന്റെ ബ്രഹ്മസൂത്രം ഭാഷ്യം, പണ്ടത്തെ കാലത്ത് ഈ ആചാര്യൻ എന്നൊക്കെ വിശേഷിപ്പിക്കണമെങ്കിൽ അവര് ബ്രഹ്മസൂത്രത്തിനും അതുപോലെ ഗീതയ്ക്ക്, ഭഗവത്ഗീതയ്ക്ക്, ഉപനിഷത്തുകൾക്കൊക്കെ ഭാഷ്യം രചിക്കുമ്പോൾ മാത്രമാണ് ഒരു ആചാര്യന്മാരെന്ന് പറഞ്ഞിരുന്നത്. അപ്പൊ ഭഗവാൻ ശങ്കരാചാര്യർ ഇതിനെല്ലാം ഭാഷ്യം രചിച്ചിട്ടുണ്ട്. 10 ഉപനിഷത്തിനും അതുപോലെ തന്നെ ഭഗവത്ഗീതയ്ക്കും ബ്രഹ്മസൂത്രത്തിനും ഭാഷ്യം രചിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഭഗവാനെ ശങ്കരാചാര്യൻ നമ്മൾ ഭാഷ്യകാരൻ എന്ന് പറയുന്നത്. ഭഗവാൻ ശങ്കരാചാര്യരെ സംബന്ധിച്ചിട്ട് ഒട്ടുമിക്ക ഹൈന്ദവ ധർമ്മക്കാരും ധർമ്മം പിൻപറ്റുന്നവരും അംഗീകരിച്ചിട്ടുള്ള ഒരു ആചാര്യനാണ്. ദ്വൈതന്മാരും അദ്വൈതമാണ് ഭഗവാൻ ശങ്കരാചാര്യ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ദ്വൈതന്മാരും വിശിഷ്ടാദ്വൈതന്മാരും ഒക്കെ ശങ്കരാചാര്യരെ സ്വീകരിക്കുന്നുണ്ട്, പല അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ പോലും. അപ്പോൾ എന്തായാലും അങ്ങനെയുള്ള ശങ്കരാചാര്യ തന്റെ ബ്രഹ്മസൂത്രം ഭാഷ്യത്തിൽ, ബ്രഹ്മസൂത്രത്തിന് പ്രധാനമായിട്ട് 4 അധ്യായമാണുള്ളത്. അതിൽ 3-ാമത്തെ അധ്യായത്തിൽ ഈ ഒരു വിഷയം കടന്നു വരുന്നുണ്ട്. യാഗബലിയെ കുറിച്ചൊരു പരാമർശം കടന്നു വരുന്നത്. യാഗബലി ചെയ്താൽ, യാഗത്തിന് മൃഗങ്ങളെ ബലി അർപ്പിച്ചാൽ അത് പാപമാകില്ല, അത് യാഗഭൂമിയെ, യജ്ഞശാലയെ അശുദ്ധപ്പെടുത്തില്ലേ എന്ന് പല ആളുകളും പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത്. തെറ്റാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുമ്പോൾ അത് എല്ലാ കാലത്തും ഉള്ളത് തന്നെയാണ്, ചെയ്യുമ്പോൾ അതില്ലേ എന്നുള്ളൊരു ചോദ്യം. ഇത് ഭഗവാൻ ശങ്കരാചാര്യയുടെ കാലത്തും ഉള്ളത് കൊണ്ട് തന്നെയാണ് ഭഗവാൻ ശങ്കരാചാര്യ ഭാഷ്യത്തിന്, ഈ ബ്രഹ്മസൂത്രത്തിന് ഭാഷ്യം രചിച്ചപ്പോൾ ഭഗവാൻ ശങ്കരാചാര്യ വിശദീകരിക്കുന്നത്. ഭഗവാൻ ശങ്കരാചാര്യൻ മാത്രമല്ല, ബാദരായണനാണ് ബ്രഹ്മസൂത്രം രചിക്കുന്നത്. വ്യാസനാണെന്നും പറയുന്നുണ്ട്, ബാദരായണൻ മറ്റൊന്നാണെന്നൊക്കെ ഒരു അഭിപ്രായം ഉണ്ട്, അധികം നമ്മൾ കിടക്കുന്നില്ല. എന്തായാലും ശരി, വ്യാസനായാലും ബാദരായണൻ വേറെയായാലും ഒന്നായാലും ശരി, ആ കാര്യം അന്നേ പരാമർശിക്കുകയാണ്. ജ്ഞാനത്തെ പറയുമ്പോൾ ബ്രഹ്മജ്ഞാനത്തെ കുറിച്ച് പറയുന്നതാണ് ബ്രഹ്മസൂത്രം. അപ്പൊ ജ്ഞാനത്തിൽ തന്നെ ഇതിന്റെ ജ്ഞാനവശം എന്ത്, ഇതെന്താണ് യഥാർത്ഥത്തിൽ എന്ന് പറയുമ്പോൾ അർത്ഥശങ്കയ്ക്ക് ഇടയില്ല. അങ്ങനെ ജ്ഞാന വിഷയത്തിൽ തന്നെ ചർച്ച ചെയ്യുകയാണ് ഭഗവാൻ ശങ്കരാചാര്യൻ. അവിടെ ആ ഒരു 3-ാം അധ്യായത്തിലെ
പാഠം 1 അതിൽ 25-ാമത്തെ സൂത്രമായിട്ടാണ് ഈ വിഷയം കടന്നു വരുന്നത്. അശുദ്ധമിതി ചേത്ത് ന ശബ്ദാത് എന്നാണ് ആ സൂത്രം. ആ സൂത്രത്തിന്റെ അർത്ഥം മറ്റൊന്നുമല്ല, അശുദ്ധമാകുമോ എന്നാണെങ്കിൽ ഇല്ല എന്നാണ്. ചേത്ത് ന ഇല്ല. കാരണം ശബ്ദാത്, ശബ്ദം എന്ന് പറയുന്നതാണ് കേട്ടതാണ്, ഇല്ലേ? കേൾക്കുന്നതാണ് ശബ്ദം. ഇവിടെ കേൾക്കുന്ന എന്താണ്? ആത്യന്തികമായി കേൾക്കുക, കേട്ട് പഠിക്കുക എന്നുള്ളതിന് ശ്രുതി എന്നാ പറയാം. അതുകൊണ്ടാണ് തന്ത്രവും വേദമൊക്കെ ശ്രൗതമാകുന്നത് കേട്ടോ. പണ്ട് എല്ലാ വിദ്യ, ഇപ്പൊ മലബാരവും ഗോത്രാചാര്യങ്ങളൊക്കെ കേട്ടുപഠിക്കാൻ പുസ്തകമില്ല, ഇന്നും കേട്ടുപഠിക്കുന്ന ഒരു വിഷയം ഉണ്ടെങ്കിൽ അതൊക്കെ തന്നെ ഉള്ളൂ. എന്തായാലും അപ്പൊ ശബ്ദാത് എന്ന് പറഞ്ഞതുകൊണ്ട് വേദം അങ്ങനെ പറയുന്നത് കൊണ്ട് എന്താണ്? അശുദ്ധ ഈ യാഗബലി അശുദ്ധമാകുമോ വെച്ചാൽ ഇല്ല എന്നാണ് ആ സൂത്രത്തിന്റെ താല്പര്യം. എന്നിട്ട് ഈ വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്യാൻ ഭഗവാൻ ശങ്കരാചാര്യ തുടങ്ങുകയാണ്. അപ്പൊ അതിൽ പൂർവപക്ഷക്കാരായിരിക്കുന്ന അപ്പുറത്ത് നിൽക്കുന്ന ആളുകളുടെ ചോദ്യം ഭഗവാൻ ശങ്കരൻ ഉന്നയിച്ചുകൊണ്ട് അതിന് മറുപടി പറയുകയാണ് ഇവിടെ. അപ്പൊ എന്താണ് അപ്പുറത്ത് നിൽക്കുന്നവരുടെ ചോദ്യം, അല്ലെങ്കിൽ ജ്ഞാനകാന്ഡം മാത്രം കൈകാര്യം ചെയ്യുന്നവരുടെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെയൊക്കെ ചോദ്യം? അതിൽ ഈ ചാർവാകന്മാരൊക്കെ ചോദിച്ച ചോദ്യം തന്നെയാണ്. അവർ ചോദിക്കുകയാണ്, പശു ഹിംസാദി യോഗ അശുദ്ധ മാധുരികം കർമ്മ, അതായത് മൃഗബലി യാഗത്തിൽ ചെയ്താൽ, മൃഗങ്ങളെ ഹിംസിച്ചാൽ യാഗങ്ങളും യജ്ഞങ്ങളും ഒക്കെ അശുദ്ധമാകില്ലേ എന്നൊരു ചോദ്യം ഉന്നയിക്കുന്നു. അപ്പോ അതിന് പരിഹാരം എന്നോണം പറയാണ്, തത് പരിഹിതേ ന ശാസ്ത്ര ഹേതുത്വാത്, തത് പരിഹിതേ എന്ന് പറയണം. അതിന് പരിഹാരമായിട്ട് എന്ത് വേണം? ന ഇല്ല, അങ്ങനെ സംഭവിക്കില്ല. എങ്ങനെ സംഭവിക്കില്ല? നേരത്തെ പറഞ്ഞ പശു ഹിംസ ചെയ്താൽ, മൃഗബലി ചെയ്താൽ അശുദ്ധമാവില്ല, ഇല്ല, അങ്ങനെ സംഭവിക്കില്ല. എന്താണ്? ശാസ്ത്രഹേതുത്വ, ശാസ്ത്രം അങ്ങനെ പറയുന്നത് കൊണ്ട് അവിടെ ഒരിക്കലും പാപോ അശുദ്ധി ഉണ്ടാകുന്നില്ല. ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ അർത്ഥമാക്കിയിരിക്കുന്നത്? വേദം തന്നെയാണ് ഇവിടെ ശാസ്ത്രം, ശാസിക്കുന്നതാണ് ശാസ്ത്രം. അതെന്താണ്? നമ്മളെ ശാസിച്ച് നേർവഴിക്ക് നടത്തുന്ന എന്താണ്? ആത്യന്തികമായിട്ട് വേദമാണ് നമുക്ക് നേർവഴി കാണിക്കുന്നത്, അല്ലേ? അപ്പൊ അതുകൊണ്ട് ഇവിടെ ശാസ്ത്രം പറയുന്നത് കൊണ്ട് അതൊരിക്കലും പാപോ അശുദ്ധിയോ ആകുന്നില്ല എന്ന് ഭഗവാൻ ശങ്കരാചാര്യ പറയുകയാണ്. അതിനാൽ തന്നെ എന്താണ്? മൃഗബലി വേദവിധി പ്രകാരം മൃഗബലി അനുഷ്ഠിച്ചുകൊണ്ട് യാഗയജ്ഞാദികളോ പൂജകളോ ചെയ്യുന്നത് തെറ്റല്ല എന്ന് ഭഗവാൻ ശങ്കരാചാര്യ ഇവിടെ സമർത്ഥിക്കുകയാണ്. എന്നിട്ട് അത് നിർത്തുന്നില്ല. ധർമാധർമ്മ വിജ്ഞാനസ്യ അയം ധർമ്മ അയം അധർമ്മ ഇതി ശാസ്ത്രമേവ വിജ്ഞാനേ കാരണം അതീന്ദ്രിയത്വാത് കയോ അനിയത് ദേശകാല നിമിത്വാത്. ധർമാധർമ്മ വിജ്ഞാനസ്യ, ധർമ്മവും അധർമ്മത്തെ കുറിച്ചൊക്കെ പറയുന്നത് ഈ ശാസ്ത്രങ്ങളാണ്, വേദമാണ് നമുക്ക് എന്താണ് ധർമ്മം ഏതാണ് അധർമ്മം ഏതാന്ന് പറയുന്നത്. അപ്പൊ ഒരു സനാതന ഹൈന്ദവ ധർമ്മിയെ സംബന്ധിച്ച് ഏത് സമ്പ്രദായം പിൻപറ്റുന്നവരാവട്ടെ, മലബാറാവട്ടെ, ഗൗളാവട്ടെ, ശാക്തയാവട്ടെ, വൈഷ്ണവാവട്ടെ, സൗരാവട്ടെ, അവളുടെ എന്താ പറയാ ശൈവ ആവട്ടെ, എന്തും ആവട്ടെ, ഏത് സമ്പ്രദായം, ദ്വൈതാദ്വൈത എന്ത് സമ്പ്രദായമാണെങ്കിലും ശരി, അതിനൊക്കെ ആത്യന്തികമായി നമ്മൾ ഉപദേശം ചെയ്യുന്നതാണ് വേദമാണ്, പരമമായ ജ്ഞാനമാണ്. തന്ത്രമാർഗത്തിലാവാം, വേദമാർഗത്തിലാവാം. എന്നാലും എന്താണ്? അതാണ് നമുക്ക് ഉപദേശം ചെയ്യുന്ന. ആ ഉപദേശത്തിൽ എന്ത് വേണു? ധർമ്മം എന്താണ് അധർമ്മം എന്താണ് എന്നുള്ളത് ഈ ശാസ്ത്രം, ഈ വേദങ്ങൾ നമ്മളോട് പറയുന്നുണ്ട്. അതിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് ഇത് ഏതാണ് അധർമ്മം, ഏതാണ് ധർമ്മം എന്നേ എന്നുള്ളത്. ദേശകാലങ്ങൾക്കനുസരണമായിട്ട് ഈ പറയുന്ന വേദം പറയുന്ന ധർമ്മങ്ങൾക്ക് മാറ്റം വരാം. എന്നിരുന്നാലോ അതീന്ദ്രിയം, ഇന്ദ്രിയങ്ങൾക്ക് അതീതമായിട്ടുള്ള വേദങ്ങളാണ് നമ്മളോട് പറയുന്നത് എന്താണ് ധർമ്മം അധർമ്മം എന്നുള്ളത്. അതുകൊണ്ട് വേദം പറയുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ എന്ത് വേണം? നമ്മൾ അതിനെ ചോദ്യം ചെയ്യാതെ ആ രീതിയിൽ മുന്നോട്ട് പോകണം. അതാണ് അധർമ്മം എന്താണ് ധർമ്മം എന്താണ് എന്നുള്ളത് നമ്മളോട് പറയുന്നത് വേദങ്ങളാണ്. വേദം മീൻസ് ഏതോ തന്ത്രം ആവാം, അവനവന്റെ പാരമ്പര്യമാണ് നമ്മളോട് പറയുന്നത്. ആ പാരമ്പര്യം അത് പറയുന്നത് എങ്ങനെയാണ്? അത് ഇന്ദ്രിയങ്ങൾക്കൊന്നും ചിന്തിച്ചാൽ കിട്ടാത്തതാണ് ഈ വേദങ്ങളൊക്കെ. അതൊക്കെ വേദം എന്ന് പറഞ്ഞാൽ തന്നെ അത് ഏത് ശാഖയാണെങ്കിലും ശരി, അത് ദൈവീകമാണ്, ഈശ്വരവചനമാണ്. അത് ഋഷീശ്വരന്മാരിലൂടെ ഗുരുക്കന്മാരിലൂടെ വന്നു, വായിലൂടെ അവർ പറഞ്ഞു എന്നല്ലാണ്ട് അവർ ഉള്ളിൽ തെളിഞ്ഞ ഈശ്വരാനുഗ്രഹത്താൽ ഉണ്ടായിട്ടുള്ളതാണ്. അത് വൈഖരിയായി പ്രകടിപ്പിച്ചപ്പോഴാണ് നമ്മൾ ഇന്ന് കാണുന്നതൊക്കെ ആയിട്ടുള്ളത്, പരയായിട്ട് തന്നെ ഉണ്ടായിരുന്നതാണ്. അങ്ങനെയുള്ള വേദം എന്തു പറയുന്നു അതിനെ ചോദ്യം ചെയ്യാതെ മുന്നോട്ട് പോകണം. ആ വേദം എന്തു പറഞ്ഞിരിക്കുന്നു? ഇത് യാഗത്തിന് ഇത് പാപമല്ല, അത് ശ്രേയസ്കരമാണ്. അവിടെ ബലി ചെയ്യുന്നത് ബലിയല്ല, അത് കേവലം എന്താണ് ഹിംസയല്ല, അത് അഹിംസയാണ് എന്നുള്ള പോലെ ഇത് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഭഗവാൻ ശങ്കരാചാര്യര് തന്റെ ഭാഷയിൽ പറഞ്ഞു വെക്കുകയാണ്. എന്നിട്ടും ഭഗവാൻ ആ ഒരു പ്രശ്നത്തെ നിർത്തുന്നില്ല. ഭഗവാൻ വീണ്ടും അത് ചർച്ച തുടരുകയാണ്. യസ്മിൻ ദേശേ കാലേ നിമിത്തേ ചയോ ധർമ്മോ അനിഷ്ഠിയതേ സ ഏവ ദേശം കാല നിമിത്താന്തരേഷു അധർമ്മോ ഭവതി. അതായത് യസ്മിൻ ദേശേ കാലേ നിമിത്തേ ചയോ ധർമ്മോ അനിഷ്ഠയതേ സ ഏവ ദേശേ ഒക്കെ പറയുന്ന പ്രമാണം കൊണ്ട് ഭഗവാൻ അർത്ഥമാക്കുന്നേ ഒരു പ്രദേശത്തെ ധർമ്മം മറ്റൊരു പ്രദേശത്തെ അധർമ്മമായിരിക്കും.
ആ പ്രദേശത്തെ ധർമ്മോ ഇവിടെ ചിലപ്പോൾ അധർമ്മമായിരിക്കും. അപ്പൊ അതുപോലെ തന്നെ ഏതെങ്കിലും സന്ദർഭത്തിൽ നമ്മളൊരു കാര്യം, ഒരു കാലഘട്ടത്തിൽ ഒരു കാര്യം ചെയ്യാന്ന് കരുതുക, അത് എല്ലാ കാലഘട്ടത്തിലും ധർമ്മമായിക്കോളന്നില്ല. അപ്പൊ തന്നെ നമുക്കറിയാം പല മതങ്ങളും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ചെയ്തിരുന്ന കാര്യങ്ങൾ ഇന്നും വാശി പിടിച്ചുകൊണ്ട് അതന്നെ ചെയ്യണം എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ അതിലൊക്കെ ഒരുപാട് മാറ്റം സനാതന ഹൈന്ദവ ധർമ്മത്തിനുണ്ട്. മറ്റുള്ളവരൊക്കെ കുറ്റം ഇന്നും പറയുന്നത് ഇതിനെ തന്നെയാണ്, ഇതിനെ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുക. അവിടെ ഒന്നും ശ്രദ്ധിക്കില്ല. കാരണം ഹൈന്ദവർ സ്വതവേ അസംഘടിതരാണ്, അതുകൊണ്ടാണ്. സമ്പ്രദായഭേദം കൊണ്ട് തമ്മിൽ തല്ലുകയാണ്. അതിനൊക്കെ ഒരു ഏകീകരണം അല്ലെങ്കിൽ ഐക്യത്തിന് വേണ്ടിയാണ് നമ്മളൊക്കെ ഇത് പറയുന്നത്, മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ചെയ്ത ധർമ്മമാണെന്ന് എഴുതി ഈ കാലഘട്ടത്തിൽ വേണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് സ്മൃതി ശ്രുതി വിരോധേഷു ശ്രുതിരേവഗരീയസി എന്നാണ്. സ്മൃതികാരന്മാര് ചിലപ്പോൾ വേണ്ടാവും, നീ 10 അടി മാറി നിൽക്ക്, അവൻ 10 അടി മാറി, ഇവന്റെ മകനായിരിക്കണം ഇനി അടുത്ത അധികാരി, ഇവന്റെ മകൻ ഇങ്ങനെ തന്നെ ജീവിക്കണം എന്നൊക്കെ സ്മൃതികാരന്മാർ ഏതെങ്കിലും കാലഘട്ടത്തിൽ എന്തെങ്കിലും കാരണങ്ങളെ കൊണ്ട്, അങ്ങനത്തെ കാരണം നമുക്ക് അറിയില്ല, ആ കാരണങ്ങളെ കൊണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇന്ന് സ്വീകാര്യമാണോ? അല്ല. അത് കാലത്തിനനുസരിച്ച് മാറ്റണ്ട. എല്ലാ സ്മൃതികളും എല്ലാ കാലത്തുള്ളല്ല. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞെന്താണ് ശ്രുതിരേവഗരീയസി, ശ്രുതിയെ എടുക്കണം എന്ന്. ശ്രുതി അങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല, മാറ്റി നിർത്തലുകളെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ഇപ്പൊ ഇവിടെ അങ്ങനെ തന്നെയാണ്. ധർമ്മം ഏത് ധർമ്മമാകട്ടെ, അത് ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ആചരിച്ചത് ഈ കാലഘട്ടത്തിൽ ചിലപ്പോൾ അത് അധർമ്മമായി മാറാം. അതുപോലെ തന്നെ ആ കാലഘട്ടത്തിലെ അധർമ്മം ചിലപ്പോൾ എന്താണ് ഈ കാലഘട്ടത്തിലെ ധർമ്മമായി മാറാം. നമുക്കറിയാം നാരായണ ഗുരുദേവൻ ചില ഈ ഒരു ഹിംസ, അതായത് അനുകമ്പാശകം എന്ന് പറഞ്ഞ ആ കൃതിയിൽ ഹിംസയെ കുറിച്ചിട്ടൊക്കെ പരാമർശിക്കുന്നുണ്ട്. അദ്ദേഹം അത് പറഞ്ഞു, കാരണം അതിൻ്റെതായിരിക്കുന്ന നേർവഴിക്ക് പോകേണ്ട തെറ്റായ വഴിയിലൂടെ പോയത് കൊണ്ട് തന്നെ ആയിരിക്കാം അതുപോലെ ഒരു പണ്ഡിതൻ അങ്ങനെ പറയുന്നത്. എന്നാൽ ഇന്ന് അത് കഴിഞ്ഞിട്ടാണ്, ഇന്ന് അത് എടുത്തുയർത്തുമ്പോൾ ആ ഹിംസയുടെ ഭാഗമായിട്ടുള്ളതാണ്, അത് അഹിംസയല്ല ഹിംസയാണ് എന്ന് പറഞ്ഞ് പ്രചരിക്കുമ്പോൾ ഉണ്ടാവുന്ന എന്താ, തന്റെ ആചാരങ്ങളിട്ട് മറ്റുള്ളവർ മറ്റു പലതിലേക്കും ചേക്കേറുകയാണ്. അപ്പൊ ഓരോ കാലത്തും ഉണ്ടായിരിക്കുന്ന ഗുരുക്കന്മാർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ ദേശകാലത്തിനൊക്കെ അനുസരിച്ച് വേണം നമ്മൾ അതിനെ വ്യാഖ്യാനിക്കാൻ. അതൊരു ആധാരം. അപ്പോ കേവലം ഒരു മനുഷ്യ ഗുരുവിനപ്പുറം വേദത്തിലേക്ക് കടന്നു പോകും. അവിടെയാണ് ഭഗവാൻ ശങ്കരാചാര്യ പോലും ഇത് പറയുന്നത്. കാരണം ജ്ഞാനത്തെ ബ്രഹ്മസൂത്രത്തിലൂടെ പറയുമ്പോൾ ഭഗവാൻ ശങ്കരാചാര്യ അർത്ഥശങ്കയ്ക്ക് ഇടയുണ്ടാവരുത്. നമ്മൾ ആരും ശങ്കിക്കാൻ പാടില്ല. ഭാവിയിലെ നമ്മൾ ധർമ്മ വഴിക്ക് പോകണം എന്നാണ് ഭഗവാന്റെ കാഴ്ചപ്പാട്. പണ്ഡിതന്മാർ നമ്മളെ വഴി പിഴപ്പിക്കുമെന്ന് നേരത്തെ കൗളത്തിൽ നമ്മൾ പറയേണ്ട. അവർക്ക് മൂഢന്മാരാണ്. വസ്ത്രങ്ങൾ കൊണ്ടും അവരുടേതായിരിക്കുന്ന നാമങ്ങൾ കൊണ്ടും അവരുടെ സമ്പത്തിൻ്റെതായിരിക്കുന്ന പ്രകടനം കൊണ്ടൊക്കെ നമ്മളെ ഇങ്ങോട്ട് തിരിതിരിപ്പിച്ച് മുന്നോട്ട് പോകുമ്പോൾ ആൾക്കൂട്ടൊക്കെ ചിലപ്പോൾ കൂടുതലുണ്ടാവും. അപ്പൊ നമ്മൾ ആശയക്കുഴപ്പത്തിലാവരുതിട്ടാണ് ഭഗവാൻ ശങ്കരാചാര്യ അദ്വൈതം പറഞ്ഞ ഭഗവാൻ ശങ്കരാചാര്യ ഈ വിഷയത്തെ നമ്മളെ മുന്നിൽ എത്തിക്കുന്നത്. അതുകൊണ്ട് ഒരു കാലഘട്ടത്തിലെ ധർമ്മം മറ്റൊരു കാലഘട്ടത്തിൽ ചിലപ്പോൾ അധർമ്മമായിരിക്കാം, അവിടുത്തെ അധർമ്മം ചിലപ്പോൾ ഇവിടെ ധർമ്മമായിരിക്കാം. അത് മനസ്സിലാക്കിയിട്ട് വേണം പോവാൻ. നമ്മളെല്ലാവരും നമ്മുടെ ജീവിതക്രമം കൂടിയും ഇതിനോടൊക്കെ തുലനം ചെയ്ത് പോകണം. ഇല്ലെങ്കിൽ എന്താണ്, ഈ ധർമ്മം നശിക്കും, ധർമ്മം നശിക്കോ ഇല്ല. എന്താണ് ഇത്? സനാതന ധർമ്മമാണ്. സനാതന ധർമ്മം എന്താണ്? നാശമില്ലാത്താണ്, എന്നും നവമായി നിൽക്കുന്നതുമാണ്. അപ്പൊ ഇതിന് നാശമില്ല. അതിന് കാരണം വേദം എല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. പിന്നെ അപ്പോ ഇത് ഭഗവാൻ പറയുമ്പോൾ ഒരു പ്രദേശത്ത് ഇത് ധർമ്മമാണ്, മറ്റൊരു പ്രദേശത്ത് അധർമ്മമായിരിക്കും, അവിടുത്തെ അധർമ്മം ചിലപ്പോൾ ഇവിടെ ധർമ്മമായിരിക്കാം, കാലത്തിനനുസരിച്ച് മാറ്റം വരാന്നൊക്കെ ഭഗവാൻ പറയുമ്പോൾ മറുപക്ഷത്തിന്റെ ചോദ്യം വീണ്ടും ഉന്നയിക്കപ്പെടുകയാണ്. തേനന്ന ശാസ്ത്രാകൃതേ ധർമാധർമ്മ വിഷയം വിജ്ഞാനം കസ്തിജിത് അസ്തി. അതായത് ഇങ്ങനെ അവിടുത്തെ ധർമ്മം ഇവിടുത്തെ അധർമ്മം, ഇവിടുത്തെ അധർമ്മം അവിടുത്തെ ധർമ്മം, മുമ്പുണ്ടായിരുന്ന ധർമ്മം ഇപ്പൊ അധർമ്മം, ഇപ്പൊ ഉണ്ടായിരുന്നത് അധർമ്മം, അന്നത്തെ ധർമ്മമൊക്കെ എന്നൊക്കെയാണ് ഇങ്ങനെ പറയുമ്പോൾ ആ കൺഫ്യൂഷൻ ആണല്ലോ. അപ്പൊ പിന്നെ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പലതായിട്ട് ശാസ്ത്രങ്ങൾ വേദങ്ങൾ കൊണ്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഏതാണ് ധർമ്മം ഏതാണ് അധർമ്മം നമ്മൾ എങ്ങനെ നിശ്ചയിക്കും? അല്ലയോ ഭഗവാൻ എന്നുള്ള പോലെ ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഇതൊക്കെ നമ്മൾ നിരന്തരം കേൾക്കും. നമ്മൾ കൗളത്തെ കുറിച്ച് വ്യാഖ്യാനിക്കുമ്പോ കൗളത്തിൽ തന്നെ ഉണ്ടല്ലോ, അപ്പൊ നമ്മൾ തന്നെ പറഞ്ഞ 2 പ്രമാണങ്ങൾ ഉണ്ടല്ലോ എന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പൊ അത് മാംസം കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതല്ലേ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ. കാരണം അപ്പോൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ ഇതിനൊക്കെ മറുപടി നമ്മളിപ്പോൾ ഇതിലൂടെ പറയുന്നുണ്ട്. ഭഗവാൻ ശങ്കരാചാര്യ പറയുന്നതിനൊപ്പം തന്നെ നമ്മളും പറഞ്ഞു പോകുന്നത് ശാസ്ത്രപ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ വിഷയത്തിലല്ല. അപ്പൊ അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഉന്നയിക്കപ്പെടും ഇവിടെ. അതുപോലെ തന്നെയാണ് ഈ ചോദ്യങ്ങൾ എല്ലാ കാലത്തും ഉണ്ട്. അപ്പൊ പിന്നെ അധർമ്മവും ധർമ്മം എങ്ങനെ തിരിച്ചറിയാം? ഈ 2 രീതിയിലും ഉണ്ടല്ലോ. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? നമ്മൾ ഈ കർമ്മകാണ്ഡത്തിലെ എല്ലാത്തിനും നമ്മൾ സ്വീകാര്യം അല്ലെങ്കിൽ എന്താ പറയും? അത് വേദത്തിൽ തിരുത്തൽ വന്നതാന്ന് പറയും. ഇങ്ങനെ പറയാം. ആരൊക്കെ എഴുതി ചേർത്താണ് തീറ്റിക്ക് കുടിക്കുന്നു പറയും. തീറ്റയും കൂടി അംഗീകരിച്ചിട്ടില്ല ധർമ്മശാസ്ത്രങ്ങൾ. അത് അടുത്ത പ്രമാണങ്ങളിൽ പറയുന്നുണ്ട്. തീറ്റയും കുടിക്കാൻ വേണ്ടി ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ധർമ്മശാസ്ത്രങ്ങൾ ഒരിക്കലും തിന്നാനും കുടിക്കാനും എഴുതി ചേർത്തെന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. അങ്ങനെ ആക്കിയിട്ടുണ്ടാവാം. അങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ അത് ഈ പറയുന്ന വേദങ്ങൾ അംഗീകരിക്കുന്നില്ല. തിന്നാനും കുടിക്കാനും മാത്രമായിട്ട് യാഗയജ്ഞാതികൾ ചെയ്ത സമയമുണ്ട്. ആ സമയത്താണ് ഭഗവാൻ ബുദ്ധന്റെ അവതാരം. അപ്പൊ തിന്നാനും കുടിക്കാനും മാത്രമായിട്ടൊരു പേരും പറഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്യുക എന്നാണെങ്കിൽ അത് എന്ത് ചെയ്താലും എപ്പോൾ എങ്ങനെ ചെയ്താലും ശരി അതിനെതിരെ ഒരു നിയമം എല്ലാ കാലത്തും ഉണ്ടാവും. ഇപ്പൊ തന്നെ മരുന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആളുകളെ മേത്തൊക്കെ കുത്തിവെച്ചിട്ട് കൊല്ലുന്നില്ലേ? അത് കൂടുതലാകുന്നില്ലേ? വെറുതെ ചികിത്സിക്കാനൊക്കെ കൊണ്ട് ഓടിക്കൂടുന്ന ആളുകളെയൊക്കെ, പാപം സാധുക്കളെയൊക്കെ. അപ്പൊ അതിന് ശക്തമായിട്ട് നിയമങ്ങൾ വരുന്നില്ലേ? ബ്രെയിൻ ഡെത്തിന്റെ വിഷയം വന്നില്ലേ ഇവിടെ? എന്ത് സംഭവിച്ചാലും ബ്രെയിൻ ഡെത്ത് ആവും. എന്താണ്? ഇതൊക്കെ മനുഷ്യന്റെ അവയവങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് അവയവങ്ങളെ ദാനം ചെയ്യാന്നൊരു നിയമം വരുമ്പോൾ അതിനെ
തെറ്റായ രീതിയിൽ കൊണ്ടുപോകുന്ന നവയുഗത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. അപ്പൊ ഇത് ഇപ്പോൾ മാത്രമല്ല, എല്ലാ കാലത്തും ഒരു നിയമത്തെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അതിനെ ചൂഷണം ചെയ്യുന്ന ഒരു വിഭാഗം എപ്പോഴും ഉണ്ടായിരിക്കും. അതിന് എവിടെയും സംഭവിച്ചത്. എന്തായാലും പ്രതിപക്ഷത്തിന്റെ ഈ ചോദ്യത്തിന് എങ്ങനെ തേനന്ന ശാസ്ത്ര കൃതേ ധർമ്മോധർമ്മ വിഷയം വിജ്ഞാനം അസ്തി എന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെയാണെങ്കിൽ അത് ധർമാധർമ്മമൊക്കെ തിരിച്ചറിയാൻ ചോദിക്കുമ്പോൾ അവിടെ ഭഗവാൻ ശങ്കരാചാര്യന് മറുപടി പറയുകയാണ്. ശാസ്ത്രാച്ച ഹിംസാനുഗ്രഹാദ്യാത്മകോ ജ്യോതിഷ്ടോമേ ധർമ്മ ഇത്യവതാരിത സ കഥ മശുദ്ധ ഇതി ശക്യതേ വക്തും. അത് വേദങ്ങൾ പറഞ്ഞിരുന്നു ഭഗവാൻ പറയാണ്. അത് വേദങ്ങളാണ് നമുക്ക് പറഞ്ഞു തരും. എന്താണ് ധർമ്മം, എന്താണ് അധർമ്മം. നമുക്ക് സംശയമൊന്നും വേണ്ട, അത് വേദങ്ങൾ നമ്മോട് പറഞ്ഞു തരും. വേദങ്ങൾ എന്തു പറയുന്നുവോ അതാണ് ധർമ്മമായിട്ട് എടുക്കേണ്ടതെന്ന് പറയാം. വേദം പറഞ്ഞാൽ ധർമ്മമാണ്. അപ്പൊ വേദം പറഞ്ഞു തരും, ചെല്ലു കൺഫ്യൂഷൻ ഒന്നുമില്ല. അതായത് ഈ യാഗത്തിലെ മൃഗബലി ജ്യോതിഷ്ടോമേ ധർമ്മ ഇത്യവധാരിത എന്ന് ഭഗവാൻ പറഞ്ഞ ഭാഗത്ത് ജ്യോതിഷ്ടോമം എന്നുവെച്ചാൽ അഭിരാത്രം അതുപോലുള്ള യാഗങ്ങളൊക്കെ ഉണ്ടല്ലോ, വൈദിക യാഗങ്ങൾ. ഇപ്പൊ ഇവിടെ യാഗത്തെ കുറിച്ചാണ് പറഞ്ഞത്. തന്ത്രത്തിലാവുമ്പോഴാണ് പൂജ ഇത്യാദി കാര്യങ്ങൾ വരുന്നത് കേട്ടോ. രണ്ട് മാറ്റങ്ങളുണ്ട്. ഒന്ന് അഗ്നിക്രിയയാണ്, വിഗ്രഹാധിപത്തിന് മറ്റുള്ള ഉപാധികൾ കൊണ്ടുള്ള പൂജാവിധാനങ്ങളാണ്. രണ്ടിന്റെ സമ്പ്രദായ വ്യത്യാസമുണ്ട്. ആത്യന്തിക ജ്ഞാനം ഒന്നാണ്. ഭഗവാൻ പറയുന്ന യാഗത്തിന്റെ ആകുന്നതോട് രണ്ടും യജ്ഞമാണെന്ന് നമുക്ക് കരുതാം. അപ്പൊ രണ്ടിനും ആധാരം വേദം തന്നെയാണ്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ എന്താണ്, ആ ജ്യോതിഷ്ടമാദി യാഗങ്ങളിൽ എന്താണ് വേദം പറഞ്ഞത്? വേദം പറയുന്നത് നമ്മൾ അനുഷ്ഠിച്ചാൽ മതി എന്നാണ്. അവിടെ ഹിംസ എന്ന് പറയുന്നത് അത് ഹിംസയല്ല എന്ന് പറയുന്നുണ്ടെന്ന് ഭഗവാൻ പറയാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, അത് അശുദ്ധമാണെന്ന് കരുതുകയും വേണ്ട, അത് ശുദ്ധമാണ് എന്ന് ഭഗവാൻ തന്റെ ഭാഷ്യത്തിൽ പറയുന്നു. അപ്പൊ വീണ്ടും പ്രതിപക്ഷം ചോദിക്കാണ്, നനുന്ന ഹിംസ്യ സർവഭൂതാനി ഇത് ശാസ്ത്രമേവ ഭൂതവിഷയ ഹിംസാം അധർമ്മ ഇത്യവഗമയതി എന്ന് പറയാം. അതായത് ന ഹിംസ്യ സർവഭൂതാനി എന്നൊരു വിഷയം വേദത്തിൽ പറയുന്നുണ്ട്. സാധാരണ മൃഗബലിയെ എതിർക്കാൻ വേണ്ടി വേദത്തെ ഭാഗം പിടിക്കുന്ന ആളുകൾ പറയാ അങ്ങനെ പറയുന്നുണ്ടല്ലോ എന്നാണ് പറയാ. ന ഹിംസ്യ സർവഭൂതാനി എന്ന് പറയുന്നുണ്ടല്ലോ എന്നുള്ളത്. അപ്പൊ അവിടെയാണ് ഭഗവാൻ ആദ്യം ഒരു കാര്യം പറഞ്ഞെന്താണ്, ഈ ജ്യോതിഷ്ടോമാദികൾക്ക് ഇത് ചെയ്യാം എന്ന് ഭഗവാൻ ആദ്യം പറഞ്ഞപ്പോ അതിനനുസരിച്ച് തന്നെ ഇവിടുന്ന് കൊടുക്കുകയാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന്. ഹിംസ സർവഭൂ ഒന്നിനെയും ഉണ്ടായിട്ടുള്ള ഒന്നിനെയും കൊല്ലരുത് എന്ന് വേദം പറയുന്നുണ്ടല്ലോ. അപ്പൊ അതിനെന്താണ് പരിഹാരം, എന്താണ്? അപ്പൊ അത് വേദം തന്നെയല്ലേ പറഞ്ഞിട്ടുള്ളത് എന്ന് ചോദിക്കുമ്പോ അതിന് ഭഗവാൻ പറയാണ്, ബാഠം ഉണ്ട്, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. സർഗസ്തു സഹ, അത് അങ്ങനെ പറഞ്ഞിരിക്കുന്നതാണ്. പൊതുവായിട്ടുള്ള ഒരു എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു കാര്യമാണ്. എന്താണ്, ഒന്നിനെയും കൊല്ലാൻ പാടില്ലാണ്. അത് ഇവിടെ നേരത്തെ നമ്മള് ഭഗവാൻ കൗളത്തിൽ പറയുന്നത് നമ്മൾ കേട്ടു കഴിഞ്ഞു. അവധാദിനയോ അന്യതാത്മാർത്ഥം. അപ്പൊ വിധിയല്ലാതെ ആര് മൃഗത്തെ കൊല്ലുന്നുവോ അവര് നരകത്തിൽ പതിക്കും. വിധിപൂർവമല്ലാതെ, വിധിപൂർവമാണെങ്കിൽ ബ്രാഹ്മണനെയും പശുവിനെയും ഒക്കെ കൊല്ലാമെന്ന് പറഞ്ഞു. അതുപോലെ പുൽക്കൊടി പോലും കാരണമില്ലാതെ മുറിക്കരുതെന്നും പറഞ്ഞു. അതേ പ്രമാണമാണ് ഇവിടെ ഭഗവാൻ ശങ്കരാചാര്യം പറഞ്ഞത്. എന്താണ്, വേദത്തിൽ അങ്ങനെ പറഞ്ഞത്. പക്ഷെ അതെന്താണ്, അത് എല്ലാവർക്കുമായിട്ടാണ്, പ്രത്യേകമായിട്ടല്ല. അപവാദോ അയം ച അഗ്നിഷ്ടോമീയം പശുമാലഭേദ്. കണ്ടോ, പശുമാലഭേദ്, അഗ്നിഷ്ടോമീയം പശുമാലഭേദ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അഗ്നിഷ്ടോമി പശു ആലഭേദ്, മൃഗബലി വേണം എന്ന് വേദം പറഞ്ഞിട്ടുണ്ട്. വേദങ്ങളിൽ പറഞ്ഞ ഈ മൃഗങ്ങളുടെ ഈ കാര്യം പൊതുവായിട്ടുള്ള അല്ല, അത് എല്ലാവർക്കും ഉള്ളതല്ല. വേദങ്ങൾ ഇങ്ങനെ പശുആലംബം ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുന്നത് എല്ലാവർക്കും അല്ല. അത് യാഗക്രിയ മാത്രമാണ്. അത് എപ്പോഴും ചെയ്യേണ്ടതല്ല, തീറ്റയ്ക്കും കുടിക്കും വേണ്ടിയിട്ടുള്ളതല്ല. അത് പ്രത്യേകം, അത് വിശേഷമായിട്ട് പറഞ്ഞിരിക്കുന്നതാ. സാധാരണഗതിയിൽ എന്താണ്, ഭക്ഷണത്തിന് വേണ്ടോ മറ്റുള്ളതിന് വേണ്ടോ ഒന്നിനും കൊല്ലാൻ പാടില്ല. എന്നാൽ യാഗത്തിനോ ഇതാകാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വേദമാണ് പറഞ്ഞത്. ശങ്കരാചാര്യരുമല്ല നമ്മളുമല്ല പറഞ്ഞത്. ഈ വ്യാഖ്യാനിക്കുന്ന ആചാര്യന്മാരൊന്നുമില്ല, നിശ്ചയിക്കേണ്ട വേദമാണ്. തസ്മാത് വിശുദ്ധം കർമ്മ വൈദികം ഭഗവാൻ പ്രത്യേകം എടുത്തു പറയുകയാണ്. തസ്മാത് വിശുദ്ധം കർമ്മ വൈദികം. വൈദികം വേദസമ്മതമായിരിക്കുന്ന കർമ്മങ്ങളെല്ലാം വിശുദ്ധമാണ്, അതിലൊരു അശുദ്ധിയും കാണേണ്ടതില്ല എന്ന് പറയുകയാണ്. വിശിഷ്ടൈരനുഷ്ഠീയ മാനത്വാത് അനിന്ദ്യമാനത്വച്ച. എന്താ കാരണം, ശ്രേഷ്ഠന്മാരായിരിക്കുന്ന ഋഷീശ്വരന്മാരും മുനിവാരും ഗുരുക്കന്മാരും ഒക്കെ ഈ യാഗയജ്ഞാദികളിലൂടെ നമുക്ക് ഈ മൃഗബലി ഇത്യാദി കാര്യങ്ങൾ, ഈ അഹിംസ വേദഹിംസ അഹിംസ എന്ന് പറയുന്ന രീതിയിലുള്ള യജ്ഞകർമ്മങ്ങൾ നമുക്ക് കാണിച്ചു തരണം. അങ്ങനെ ശ്രേഷ്ഠന്മാർ എന്താണോ കാണിച്ചു തന്നിരിക്കുന്നത് അവരാ വേദവിധി പ്രകാരമാകുന്നത് കൊണ്ട് തന്നെ എന്താണ്, അതിനെ നമ്മൾ ശുദ്ധമായി കണക്കാക്കണം, അതിനെ നമ്മൾ നിന്ദിക്കാൻ പാടില്ല എന്ന് ഭഗവാൻ ശങ്കരാചാര്യ പറയാം. അപ്പൊ തന്റെ ഭാഷ്യത്തിൽ ഭഗവാൻ ഇത്തരത്തില് വളരെ വ്യക്തമായി പറഞ്ഞിട്ടും നമ്മൾ ഇതിനെയൊക്കെ വ്യാഖ്യാനിക്കുമ്പോൾ ആളുകൾക്ക് ആശയക്കുഴപ്പമുണ്ടാവുകയാണ്. അങ്ങനെ ആശയക്കുഴപ്പമുണ്ടാവാൻ പാടില്ല. ആശയക്കുഴപ്പമുണ്ടാവാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ആയിരിക്കാം. ഇപ്പൊ മലയാളത്തിൽ നമുക്ക് ഇവിടെ ഒരു സ്മൃതി എന്ന് പറഞ്ഞ ശാങ്കര സ്മൃതി എന്ന് പറഞ്ഞൊരു ഗ്രന്ഥം ഉണ്ടായിരുന്നു.
അപ്പൊ അതിൽ ഭഗവാൻ ശങ്കരാചാര്യ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ചില പ്രമാണങ്ങൾ ഒരുപാടുണ്ട്. അതിൽ ഹിംസ എന്താണ് ആ രീതി എന്നുള്ളത്, ഹിംസയും എന്നുള്ള പാപപുണ്യങ്ങൾ എന്തൊക്കെയാന്ന് വിശദീകരിക്കുന്ന നേരത്ത് ഭഗവാൻ ഇതിനെക്കുറിച്ച് ഒരുപാട് പരാമർശിക്കുന്നത്. ഇത് കേവലം ബ്രഹ്മസൂത്രത്തിൽ മാത്രമല്ല എന്ന് പറയാണ്, പലയിടത്തും പറഞ്ഞ കൂടുതൽ ശാങ്കരസ്മൃതിയിൽ എന്താ ഭഗവാൻ പറഞ്ഞ ഒരുപാട് പ്രമാണമുണ്ട്. അതിനുള്ള പ്രമാണങ്ങൾ നമുക്ക് നോക്കാം. വേദേന വിഹിത ഹിംസ യജ്ഞ കർമാനുഗ്രഹാൽ ജ്ഞാതവ്യാസ ഹിംസേതി വേദോ ധർമ്മ പ്രവർത്തക. വേദമാകുന്നു ധർമ്മത്തെ പ്രവർത്തിപ്പിക്കുന്നതെന്ന് ഭഗവാൻ പറയുകയാണ്. ആ വേദമാണ് അപ്പൊ ധർമ്മത്തെ. നേരത്തെ നമ്മൾ അത് സൂത്രത്തിൽ പറഞ്ഞ അതേപോലെ തന്നെ യാഗത്തിന് മൃഗബലി നടത്താമെന്ന് വേദം വീഴ്ചിരിക്കുന്നു. മണം പറയണം, യാഗത്തിന് വേദമാകാം, വേദേന വീതാഹിംസ. വേദം പറഞ്ഞിരിക്കുന്നു യാഗത്തിന് മൃഗബലി നടത്താമെന്ന്. അതിനാൽ യാഗബലിയെ ഹിംസയായി കാണാനാകില്ല എന്നുള്ളത് ശാങ്കരസ്മൃതിയിലൂടെ പറയുകയാണ്. അത് പിന്നെ വേറെ ശങ്കരനാണെങ്കിലും കേരളത്തിലെ ശങ്കരനാണെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതിന് പ്രാമാണിക ഗ്രന്ഥമുണ്ട്. ഇനിയിപ്പോ ഇത് വേറെ ശങ്കരൻ എന്ന് പറയാൻ പറ്റില്ല. എന്താണ് ഈ കാര്യങ്ങൾ അവിടുന്ന് അടിസ്ഥാനപരമായി അവിടുന്ന് എടുത്തത് തന്നെയാണ്. അത് ബ്രഹ്മസൂത്രത്തിലാണ്. ബ്രഹ്മസൂത്രം ഭഗവാൻ ശങ്കരാചാര്യ രചിച്ചതാണോ? അല്ല, ഭഗവാൻ ശങ്കരാചാര്യ അതിന്റെ വ്യാഖ്യാനം ചെയ്തു, അല്ലെങ്കിൽ ഭാഷ്യം രചിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. വ്യാഖ്യാനമല്ല, ഭാഷ്യം രചിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അഹിംസാകാനിയോ ബോധാന്യാഹിനസ്തി സുഖേച്ഛയ ജീവന്നഭിമൃത പശ്വാ ദുഃഖമവാത്നിയാൽ. ഇവിടെ ഭഗവാൻ പ്രത്യേകം എടുത്തു പറഞ്ഞു. എന്താണ് പറയുന്നത്? നേരത്തെ ഭഗവാൻ പരമശിവൻ പറഞ്ഞതിനാണ് ആരാണോ കൊന്ന് നരകത്തിൽ പോവും അവൻ പിന്നെ തിരിക്കോനിൽ ജനിക്കുമെന്ന് പറഞ്ഞ പകരം അതേ വാക്കുകൾ മറ്റൊരർത്ഥത്തിൽ പറയുന്നതാണ് ആരാണോ സ്വന്തം കുക്ഷി നിറയ്ക്കാൻ വേണ്ടി സ്വന്തം താല്പര്യങ്ങൾക്ക് ഇഷ്ടത്തിന് വേണ്ടിയിട്ട് മൃഗങ്ങളെ യാഗത്തിന്റെ പേരിൽ ഒന്നിന്റെ പേരിലല്ല ഭക്ഷണത്തിന് വേണ്ടി എന്തിനായാലും ശരി അത് അധാർമികമായിട്ട്. നമുക്ക് ഈ ആപദ്ധർമ്മങ്ങളുണ്ട്. ആപദ്ധർമ്മത്തിലാണ് വിശ്വാമിത്രനൊക്കെ നായയെ തിന്നു പട്ടിയെ തിന്നു എന്നുള്ള പരാമർശങ്ങൾ കടന്നു വരാം. ആപദ്ധർമ്മം വേറെയാണ്. എന്നാൽ ആപദ്ധർമ്മം ഒരു കുഴപ്പവുമില്ലാത്ത നേരത്ത് നമ്മൾ ആരാണോ ഭക്ഷണത്തിന് വേണ്ടിയും മറ്റുള്ളതൊക്കെ സാധു മൃഗങ്ങളെ കൊന്ന് തിന്നുന്നത് അവർ ജീവിച്ചിരിക്കുമ്പോഴും മരിച്ചതിന് തുല്യാണെന്ന് പറയുകയാണ്. അവരെന്നും ദുഃഖത്തെ പ്രാപിക്കുക. അവർ ദുഃഖത്തിലൂടെ തന്നെയാണ് അവരുടെ ജീവിതം മുന്നോട്ട് നയിക്കുക എന്ന് പറയുക. അതായത് അപ്പോൾ രണ്ടാശയത്തിനും വ്യക്തമായിട്ട് വേദം തന്നെ നമുക്ക് മറുപടി തരുന്നുണ്ട്. ബ്രഹ്മാവ് മൃഗങ്ങളെ സൃഷ്ടിച്ച് യജ്ഞത്തിനായിട്ടാണെന്ന് മനു പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. ഇവിടെ ഭഗവാൻ ശങ്കരാചാര്യം പറയുന്നുണ്ട്. ഒരു മാംസഭക്ഷണം കഴിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അരിമാവ് കൊണ്ട് ഉണ്ടാക്കിയിട്ട് കഴിച്ചോളാൻ പറയുന്നുണ്ട്. എന്താണ്? അങ്ങനെ മാംസഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന അർത്ഥത്തിലാണ്. ജീവനെ ഭുജിച്ചിട്ടാണ് ജീവൻ നിലനിർത്തുന്നത് എന്നുള്ളത് ഈ പറയുന്ന വേദങ്ങളും സ്മൃതികാരന്മാരും പറയുന്നുണ്ട്. എന്നാലോ വെറുതെ ഒന്നിനെയും കൊന്നു തിന്നാൻ പാടുകയില്ല. അങ്ങനെ കൊല്ലുന്നത് പാപമാണ്. മൃഗങ്ങളെയും പക്ഷികളെയും കൊല്ലുന്നത് പാപമാണ്. വേദം എന്നിട്ട് ഭഗവാൻ ശങ്കരാചാര്യ ശാങ്കരസ്മൃതിയിൽ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്, വേദം പറഞ്ഞില്ലായിരുന്നെങ്കിൽ നമുക്ക് യജ്ഞങ്ങളിലെ ഈ ബലി പോലും വേണ്ടെന്ന് വെക്കാമായിരുന്നു, മൃഗഹത്യ പോലും വേണ്ടെന്ന് വെക്കാമെന്ന്. പക്ഷെ വേദം നിഷ്കർഷിച്ചിരിക്കുന്നു. ഇവിടെ ദേവതകളും അല്ലെങ്കിൽ ഋഷീശ്വരന്മാരും ഗുരുക്കന്മാരും നമ്മളോട് പറഞ്ഞിരിക്കുന്നു, ഇത് ഇന്നതിന് അനുവർത്തിച്ചേ മതിയാകൂ എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ അത് ചെയ്യുന്നു എന്നേ ഉള്ളൂ, അല്ലെങ്കിൽ അതും ഒഴിവാക്കാമായിരുന്നു. അപ്പൊ വേദം പറഞ്ഞതുകൊണ്ട് ആചരിച്ചേ പറ്റൂ എന്നുള്ളതും ഇതിനർത്ഥമുണ്ട്. വേദം പറഞ്ഞുകൊണ്ട് ആചരിച്ചേ പറ്റൂ. ഇവിടെ അതും ഒഴിവായിക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ അതിൽ ആവശ്യമായിട്ട് അനുകമ്പ വരുമ്പോൾ അതിൽ അർത്ഥമില്ല. കാരണം ഇതെന്താണ്? ഇതൊരു വീരസങ്കല്പം കൂടിയാണ്. നമ്മളിപ്പോ മരുന്നുകൾ കണ്ടുപിടിക്കുമ്പോൾ നേരിട്ട് മനുഷ്യന് വേണ്ടാണോ കുത്തിവെക്കാൻ പറ്റില്ല. എന്താണ്? അത് മൃഗങ്ങളിലും മറ്റും ഈ പക്ഷികളിലും ചെറിയ എലികളിലും ഗിനിപ്പന്നികളും കുത്തിവെച്ച് അവസാനമാണ് മനുഷ്യരിലേക്ക് എത്തുന്നത്. അത് പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ പിന്നെന്താണ്? പിന്നെ നമ്മൾ അത് പിന്നെ പരീക്ഷിക്കാൻ നിൽക്കുന്നില്ല. അത് കറക്റ്റായി പിന്നെ പരീക്ഷണം ആവശ്യമില്ല. ഇതുപോലെയാണ് യാഗങ്ങളിലെ ബലി എന്ന് പറയുന്നത് ഒരു സാധകനെ അല്ലെങ്കിൽ സാധക വൃന്ദത്തെ അവരുടെ അനുഭവതലത്തിലേക്ക് ഉയർത്തുന്നതിന് വേണ്ടിയുള്ളതാണ്. അവരുടെ അനുഭവത്തിലേക്ക് വേണ്ടിയിട്ടാണ്. അതൊരു ശാസ്ത്രമാണ്. യാഗത്തിനെ സംബന്ധിച്ചിട്ട് വഭ എടുക്കണമെങ്കിൽ അത് ഈ യാഗത്തിന്റെ ഒരു മുഖ്യ ഘടകമാണ്. വഭയ്ക്ക് മറ്റൊന്നും പരിഹാരമല്ല. അപ്പൊ അത് എടുക്കണമെങ്കിൽ ആ മൃഗബലി നടത്തിയേ പറ്റുള്ളൂ. അതിന്റെ ഒരു ദ്രവ്യമാണ്. ആ ദ്രവ്യത്തിന് വേണ്ടിയിട്ടാണ്. ഇപ്പൊ തന്നെ നമുക്കറിയാം, ഇപ്പൊ താറാവുകളെയൊക്കെ പല സ്ഥലത്തും കൊല്ലുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാ? താറാവുകൾ എന്ത് തെറ്റ് ചെയ്തു? എല്ലാ താറാവുകൾക്ക് അസുഖം ഉണ്ടാവില്ല, പക്ഷെ ഒന്നിച്ചാണ് കൊല്ലാണ്. എന്താണ്? മനുഷ്യനെ ബാധിക്കരുതേ എന്ന് കരുതിയിട്ട് മനുഷ്യനെ രക്ഷിക്കാനാണ് മരുന്ന് കണ്ടുപിടിക്കുന്നത്. അതിനുവേണ്ടി എത്രയോ മൃഗങ്ങളിൽ പരീക്ഷിച്ച് മനുഷ്യരെ ഒരുപാട് ആൾക്കാരെ കൊന്നു കൊള്ളുന്നുണ്ട്. അപ്പൊ നമുക്കിവിടെ പാപം തോന്നില്ല. എന്താണ്? ഒരുപാട് ആൾക്കാർ രക്ഷയ്ക്ക് വേണ്ടിയിട്ടല്ലേ. ഈ ഒരു സങ്കല്പം ആധ്യാത്മികതയിൽ വരുന്നതാണ് യാഗങ്ങളിലേക്ക് അല്ലെങ്കിൽ ഈ യജ്ഞങ്ങളുടെയൊക്കെ ബലി ആചാരങ്ങൾ. ഒന്ന് സാധകനെ സ്വയമേവ ആത്മതത്വം, ആ ഒരു ബലിതത്വത്തിലേക്ക് ഉയർത്തുക. മറ്റൊന്നാണ് ലോകനന്മ കരുതി ചെയ്യുന്നതാണ്. അതൊക്കെ അനുഭവത്തിലൂടെ കൊണ്ടുവന്നിട്ടുള്ള കാര്യങ്ങളാണ്. അത് എല്ലാവർക്കും നോക്കിയായിക്കൊള്ളൊന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ക്രമമുണ്ട്, നിഷ്ഠയുണ്ട്, കൊന്നു തള്ളുക എന്നുള്ളതല്ല എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞതാണ് ഇത് യാഗത്തിന് ചെയ്യണമെന്ന് വേദം പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഒഴിവാക്കാൻ വരുന്നുണ്ട്. വീണ്ടും ഒരു പ്രമാണത്തിലൂടെ പറയുകയാണ്. എന്താണ്? ആരാണോ കൊല്ലന്തോറും ഈ പറയുന്ന വേദം വിധിച്ചിരിക്കുന്ന രീതിയിൽ യജ്ഞങ്ങൾ ചെയ്യുന്നത് അവരും അതുപോലെ തന്നെ മാംസഭക്ഷണം കഴിക്കാത്തവരും ഒരുപോലെ പുണ്യം ആർജിക്കുന്നു, ഒരുപോലെ സ്വർഗത്തെ അല്ലെങ്കിൽ ഭഗവാനിൽ എത്തുന്നു എന്ന് പറയാം.
അതായത് വിധിപ്രകാരം മൃഗബലി നടത്തുന്നവനും വിധിപ്രകാരമല്ലാത്ത മാംസം ഭക്ഷിക്കാത്തവരും എല്ലാവരും എന്താണ് ഒരുപോലെ പുണ്യം കൈവരിക്കുന്നു. ഇവിടെ തിന്നാനും കുടിക്കാനുമാണ് ഇത് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ കൃത്യമായി നിഷ്ഠയും വിധിയും ഒക്കെ പറഞ്ഞിരിക്കുമ്പോൾ എങ്ങനെ തിന്നാനും കുടിക്കാനും പറ്റും? ഇപ്പൊ കൗളാചാരത്തിലൊക്കെ ഒരു കോഴീനെയൊക്കെ വെട്ടിയിട്ട് അത് എന്ത് രുചിക്ക് കഴിക്കാനാണ്? എന്താ മനസ്സിലാക്കിയിരിക്കുന്നത്? ഞാൻ അങ്ങനെ കഴിക്കാൻ വിധിയുണ്ടോ? ഒരിക്കലുമില്ല. അവിടെ എന്താണ് കൗളശാസ്ത്രം വളരെ വ്യക്തമായിട്ട് പറഞ്ഞത്, ശിഷ്ടൈ സാർദ്ധം ചിദഗ്നോ ഹവിശേഷം ഹുത്വ എന്ന് കൽപ്പസൂത്രം അർത്ഥശങ്കയ്ക്കിടയില്ലാണ്ട് പറയാണ്. യജ്ഞം അവസാനിക്കുന്ന സമയത്താണ് പറഞ്ഞത്. യജ്ഞങ്ങൾ അവസാനിച്ച് ബലി ഇത്യാദി കാര്യങ്ങളൊക്കെ പണ്ട് പറഞ്ഞത് ശിഷ്ടൈ സാർദ്ധം ചിദഗ്നോ ഹവിശേഷം ഹുത്വ. ഈ പറയുന്ന പൂജയ്ക്ക് ഉപയോഗിച്ച ദ്രവ്യത്തിന്റെ പൂജയിൽ ക്രമങ്ങളുണ്ട്. ആ ക്രമങ്ങളൊക്കെ കഴിഞ്ഞ് അതിന്റെ എല്ലാം കഴിഞ്ഞിട്ട് എന്താണ് ആ ബാക്കിയുള്ള ശിഷ്ടം എന്ത് വേണം? ചിദഗ്നിയിൽ ഓമിക്കുന്നതായ സങ്കല്പത്തിൽ അല്പം നമുക്ക് കഴിക്കാനോ, വയറ് നിറച്ച് കഴിക്കാനല്ല. വയറ് നിറച്ച് സ്വന്തം ഇഷ്ടപ്രകാരം വായിക്ക് രുചിയായി കഴിക്കാനും, കല്യാണത്തിനും അടിയന്തരത്തിനും അതുപോലെ തന്നെ പേറ്റിന് കൂട്ടിക്കൊണ്ടുപോകാനും, കുട്ടികളുടെ പിറന്നാളിനും എന്നുകൂടി ആർഭാടങ്ങൾക്ക് വേണ്ടി മൃഗങ്ങളെയും പക്ഷികളെയും സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തം വായിക്ക് രുചിയായി കൊന്നു തിന്നുന്നവരെ ഈ ധർമ്മം അംഗീകരിച്ചിട്ടില്ല. മോഡേൺ സയൻസിന്റെ വക്താക്കളും അല്ലെങ്കിൽ വിപ്ലവം പറയുന്നവരും എങ്ങനെ വേണം കൊന്നു തിന്നോ എന്ന് പറഞ്ഞാണ് മൃഗത്തിനോടുള്ള സ്നേഹം കൊണ്ട് ഇത്തരം വിശ്വാസപരമായ ആചാരങ്ങൾ വേണ്ടാന്ന് പറയുന്നത്. വിശ്വാസത്തിൽ നിഷ്കർഷിച്ച് ഒന്നു മതി എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. നിങ്ങൾ എത്ര വെള്ളം കൊന്നോ അവിടെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്താണ് വിശ്വാസത്തിന്റെ പരമായിട്ട് ചെയ്യരുത്. അത് അനുകമ്പ വേണ്ട, ഒന്നിനോട് ദയ വേണ്ട, അതിൽ ദൈവീകത കാണണ്ട, ഒക്കെ ഇങ്ങനെ കൊല്ലാനും തിന്നാനുള്ള പോലെയാണെന്ന് ഈ പറയുന്ന നവചിന്താഗതിക്കാരല്ലേ പറഞ്ഞു വെക്കുന്നേ. ഈ ധർമ്മം സനാതന ഹൈന്ദവ ധർമ്മത്തിലെ ഒരു ശാഖയും വേദപാരമ്പര്യമോ തന്ത്രപാരമ്പര്യമോ സൗദമായിട്ടുള്ള ഒന്നും തന്നെ ഇതിനെ അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് കഴിക്കുന്നവരും അറിയുക, സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തം വായിക്കുരുചിയായിട്ട് കഴിക്കാൻ ഹൈന്ദവ ധർമ്മം അംഗീകരിക്കുന്നില്ല. ഉണ്ടെങ്കിലോ നമ്മൾ വാർഷികമായിട്ട് പണ്ടൊക്കെ അല്ലെങ്കിലും കുടുംബത്തിൽ വാർഷിക കർമ്മങ്ങളേ ഉള്ളൂ, നിത്യേന കോഴിവെട്ടും കർമ്മമൊന്നുമില്ല. അങ്ങനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെയാണ് എന്താണ് എന്നെന്നും ചെയ്ത് നമുക്ക് തൃപ്തി വരണമെങ്കിൽ അവിടെ നമുക്ക് ആവശ്യമെങ്കിൽ അനുകൽപ്പം വെക്കാം, പ്രതീകാത്മക ബലികളാകാം. ഇതിനൊക്കെ വിധികളുണ്ട് പ്രതീകാത്മക ബലിക്കൊക്കെ. അല്ല വാർഷിക ബലി എന്താണ്? വിധിപ്രകാരം. ആ വാർഷിക ബലി എന്താണ്? അത് അതിൽ വാർഷികമായിട്ട് കൊല്ലം തോറും നടത്തുന്ന യാഗം തന്നെയാണ്. ആ യാഗം ആ രീതിയിൽ നമുക്ക് അനുവർത്തിച്ചു പോകാം. അല്ലാതെ വായിക്ക് രുചിയായി ചെയ്യുമ്പോൾ എന്താണ്? കുലദ്രവ്യം തഥാ ഭുക്ത മോഹാദപി പ്രമാദത സേവേത സവൈ ദേവി ദേവത ശാപമസ്മിയ. ആരാണ് സ്വന്തം ആത്മസുഖത്തിനും സ്വന്തം വായിക്ക് രുചിയായിട്ട് ഹിംസ ഇത് മാംസം ഭക്ഷിക്കുന്നത്? മാംസാദി കാര്യങ്ങൾ മദ്യം മത്സ്യം മാംസം ഇതൊക്കെ ആരാണ് ഭക്ഷിക്കുന്നത്? ആരാണ് ഭോഗം ചെയ്യുന്നത്? ലൈംഗികമായിട്ടുള്ള ബന്ധങ്ങൾ ഇതൊക്കെ സ്വന്തം ആ ഒരു ശാരീരിക സുഖത്തിനും വായിക്ക് രുചിക്കൊക്കെ വേണ്ടി മാത്രം സ്വന്തം താല്പര്യത്തിന് വേണ്ടി ആരാണോ ചെയ്യുന്നത് അവര് ദേവതയുടെ ശാപത്തിന് പാത്രമായി തീരും എന്നുള്ളത് ഇവിടെ ഭഗവാൻ തന്റെ കുലാർണവത്തിൽ പറയുകയാണ്. നമ്മളിപ്പോ ലൈംഗിക ബന്ധം ഈശ്വരീയമായി ചെയ്യാറുണ്ട്. അതോടുകൂടിയിട്ട് നമ്മൾ അതിനെ പരിഹസിക്കുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. സന്താനോൽപാദനത്തിനും വേണ്ടി മാത്രമേ ഗൃഹസ്ഥാശ്രമിക്ക് ലൈംഗിക ബന്ധം പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ നമ്മളൊന്ന് കോണ്ടം ഇട്ടുകൊണ്ടും അല്ലെങ്കിൽ കോപ്പർട്ടി ഇട്ടുകൊണ്ടും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നിരോധനം നടത്തിക്കൊണ്ടൊക്കെ നമ്മൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അത് ധർമ്മം അംഗീകരിക്കുന്നില്ല. പിന്നെ ധർമ്മം അംഗീകരിക്കണമെങ്കിൽ എന്ത് വേണം? അത് ദൈവികമായ ചില സാധനാ പദ്ധതിയുടെ ഭാഗമായി കൊണ്ടാകണമെന്നുണ്ട്. അതല്ലാതെയൊക്കെ ചെയ്യുന്നവരോ അവരെല്ലാം ദേവതയുടെ ശാപത്തിന് പാത്രമാകുന്നു. അപ്പൊ നമ്മുടെ ജീവിതം എങ്ങനെയാ മുന്നോട്ട് നയിക്കേണ്ടത്? ദൈവികമായിട്ടാണ്, ധാർമ്മികമായിട്ടാണ്. ആ ധാർമ്മികമായ ജീവിത പദ്ധതിയിൽ നമ്മൾ ഹൈന്ദവർ എത്രത്തോളം വ്യതിചലിച്ചിട്ടുണ്ട് എന്ന് നാം ഓരോരുത്തരും സ്വയമേവ ചിന്തിക്കുക. നമ്മളായിട്ട് വേണ്ടില്ല, സ്വയമേവ വിചാരം ചെയ്യുക. ആ വിചാരത്തിൽ നിന്ന് നമ്മൾ ഒന്നുകൂടി വിചാരം ചെയ്യുക. എന്താണ്? നമ്മൾ ഈ മൃഗബലിയുടെ പേരിലും മറ്റൊക്കെ ഏതെങ്കിലും ആളുകൾ താഴ്ന്ന ജാതിക്കാരാണ്, ശൂദ്രരാണ്, അല്ലെങ്കിൽ എന്തോ നികൃഷ്ടരാണ് എന്നൊക്കെ നമ്മൾ ധരിച്ചിട്ടുണ്ടെങ്കിൽ അവർ ബ്രാഹ്മണരാണോ അതോ ഈ പറയപ്പെടുന്നവരാണോ നമ്മൾ സ്വയം ചിന്തിക്കുക. അവർ വേദവിധി പ്രകാരം തന്നെയല്ലേ ചെയ്തത്? അല്ലെ അവര് ചാത്തനെയും നീലിയെയും ഒക്കെയാണ്, മാടനെയും മറുതയൊക്കെയാണെന്ന് പറയുമ്പോൾ അവിടെയും വേദമാണ് പ്രമാണം. എന്താണ്? ഏകം സത് വിപ്രാബഹൂതാ വദന്തി അഗ്നിം യമം മാതരിശ്വനി. പല പേരിൽ പറഞ്ഞിട്ടുണ്ടേ എന്നേ ഉള്ളൂ, ഒക്കെ ഒന്ന് തന്നെയാണെന്ന് വേദം പറയുക. അപ്പൊ നമുക്കറിയാം പുലക്കൂട്ടിച്ചാത്തൻ എന്ന് പറഞ്ഞാൽ ഭൂമി പൃഥ്വി തത്വമാണ്, നീർക്കുട്ടിച്ചാത്തൻ അതെന്താണ്? ജലതത്വമാണ്, തീക്കുട്ടിച്ചാത്തൻ അഗ്നി തത്വമാണ്. അപ്പൊ പഞ്ചഭൂതാത്മകമായിട്ടുള്ള ദേവതകളെ വേദം ഒരു പേരിൽ പറയുമ്പോൾ ഗ്രാമ്യമായിട്ട് പ്രാദേശികമായിട്ട് ലോകത്തിന്റെ പല കോണുകളിൽ ഇതൊക്കെ പ്രാദേശിക വേദങ്ങളും പ്രാദേശികമായിട്ട് തന്നെ ഉണ്ടായിരുന്നത്. അങ്ങനെ എല്ലാം പ്രാദേശികമായിട്ട് ഈ പഞ്ചഭൂതങ്ങളോട് കൂടിയിരിക്കുന്ന പ്രപഞ്ച ശക്തികളെ ആരാധിച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോയ പാരമ്പര്യം എല്ലാം വേദപാരമ്പര്യത്തിന് നിലനിൽക്കുന്നത്. പിന്നെ എങ്ങനെ അവർ അസ്പൃശ്യരാകും, അശ്രേഷ്ഠരാകും? അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ അത് ആരുടെ താല്പര്യമാകും? സംശയമില്ല. ഇതിനു മുമ്പ് ഭഗവാൻ വേദവ്യാസനും അതുപോലെ തന്നെ ഭഗവാൻ ശങ്കരാചാര്യനും പരമേശ്വരനും എല്ലാം പറഞ്ഞ പോലെ മൂഢജന്മങ്ങൾ പണ്ഡിതവേഷം ധരിച്ച്
പണ്ഡിതരാണെന്ന് മറ്റുള്ളവരെ ധരിപ്പിച്ചുകൊണ്ട്, അത് നാമം കൊണ്ടായിരിക്കാം, വേഷഭൂഷാദികളെ കൊണ്ടായിരിക്കാം, അധികാരങ്ങൾ കൊണ്ടാവാം, സമ്പത്ത് കൊണ്ടാവാം, അത്തരം ആളുകൾ തന്റെ അധികാരവും സമ്പത്തും ആടയാഭരണങ്ങളും വെച്ചുകൊണ്ട് ഒരു സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് ഈ ധർമ്മത്തിന്റെ സംഭാവനയല്ല, അത് അധർമ്മത്തിന്റെ സംഭാവനയാണ്. അതിനെ നാം തിരിച്ചറിഞ്ഞ് മാറ്റേണ്ടത് എന്താണ്? ജാതിനാമങ്ങൾ വേദങ്ങളിൽ തന്ത്രങ്ങളിൽ എവിടെയും കാണില്ല. കാണുന്നത് വർണ്ണങ്ങളെ കുറിച്ചും മറ്റുള്ളതാണെങ്കിൽ വർണ്ണം എടുക്കുകയാണെങ്കിലും തന്നെ ഈ ജാതികളിലെല്ലാം തന്നെ അതാത് വർണ്ണങ്ങൾ കാണും. ഒരു വർണ്ണവും ചോടയല്ല, എല്ലാവരും ജന്മം കൊണ്ട് തന്നെ ശ്രേഷ്ഠരാണ്. ആ ശ്രേഷ്ഠത്വം എല്ലാവർക്കും കൽപ്പിച്ചു കൊടുത്തതാണ് സനാതന ധർമ്മം എന്നുള്ളത് കൊണ്ടാണ് കുളാർണവം പല സന്ദർഭത്തിൽ പറഞ്ഞതാണ്, ജ്ഞാനമിരിക്കുന്ന ചണ്ടാളൻ ബ്രാഹ്മണനേക്കാൾ ആദരിക്കപ്പെടണം, ആദരിക്കപ്പെടും, കാരണം അത് നാം തന്നെയാണ് എന്ന് പറയുന്നത്. ഈ തിരിച്ചറിവോടുകൂടി ഹൈന്ദവർ സ്വന്തം ആചരണങ്ങളെ വിധിപ്രകാരം നടത്തുക, ഏതെങ്കിലും തരത്തിൽ വിധിപ്രകാരം വേദവിരുദ്ധമായിട്ടാണെങ്കിൽ വേദവിരുദ്ധമായ കാര്യങ്ങളെ തിരുത്തിക്കൊണ്ട് വേദാചാര വിധിപ്രകാരം വേദം പറഞ്ഞ മാർഗത്തിൽ പോവുക. അർത്ഥശങ്കയ്ക്കിടയില്ല. അർത്ഥശങ്കയ്ക്കിടയുണ്ടെങ്കിൽ നമ്മുടെ മുന്നിൽ ഭഗവാൻ ശങ്കരാചാര്യെ പോലെയുള്ള മഹാത്മാക്കൾ തന്റെ ഗ്രന്ഥങ്ങളിലൂടെ ഇതിനൊക്കെ അർത്ഥശങ്കയില്ലാതെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതിനെ പഠിക്കുക. നാം പറഞ്ഞു എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ഇതിന് സ്വീകരിക്കണമെന്നില്ല. നിങ്ങൾക്ക് ബോധ്യമാകുമ്പോൾ നിങ്ങൾ അതിനെ സ്വീകരിക്കുക. ഒന്നുണ്ട്, നമുക്ക് സ്വീകാര്യമല്ല എന്ന് കരുതി മറ്റുള്ളവരെ ആക്ഷേപിക്കാൻ നിൽക്കരുത്. മറ്റുള്ളവരെ വഴിക്ക് വിടുക. അവർക്ക് ശരിയാണെന്ന് തോന്നുമ്പോൾ അവർ തന്റെ തെറ്റുകൾ തിരുത്തും. അല്ലാത്ത സമയം നമ്മൾ അതിലേക്ക് കടന്നു കയറുമ്പോൾ എന്തായി സംഘർഷ ഹേതുവാകും. അത് പരസ്പരം ഭിന്നിപ്പിനും കലാപങ്ങൾക്കും ഇടയാകും. അത് നമ്മൾക്കിടയിൽ ഉണ്ടാകരുത്. അതുകൊണ്ട് തനിക്ക് ശരിയെന്ന് തോന്നുന്നത് അത് ആത്യന്തികമായി ശരിയാണോ എന്നറിയാൻ ഭഗവാൻ ശങ്കരാചാര്യ പറഞ്ഞ പോലെ ശാസ്ത്രജ്ഞ വേദത്തെ നമ്മളൊന്ന് മറച്ചു നോക്കുക. ഒന്ന് വേദജ്ഞാനമുണ്ട്, നമുക്ക് ബോധ്യമുള്ള സദാചാരക്കാർ സദ്വിത്തുകളോട് നമ്മൾ ആരായുക. ഏവരെയും ആദിമുത്തൻ ചാത്തപ്പനും ചണ്ടാള മുത്തപ്പനും മൂലസ്ഥാനവും കരുനീലി അമ്മയും മുത്തിപെറ്റ കുട്ടിച്ചാത്തന്മാരും സകല പഠിമാന മക്കൾ അനുഗ്രഹിക്കട്ടെ. നമ്മളെപ്പോഴും ധർമ്മപക്ഷം നിങ്ങളുടെ ഒപ്പം തന്നെയുണ്ട്. നമസ്തേ. ഹരി നമ ചണ്ടാള രൂപായ കുലഗുരു ശ്രീപാദികാം പൂജയാമി. ചണ്ടാളഹം. ജയ് ഹിന്ദ്. വന്ദേ മാതരം.